പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ആമേൻ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഈ കൊച്ചു വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരംഭം നമുക്ക് ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ധ്യാനിച്ച് ഒടുവിൽ കർത്താവിനോട് ചില ആലോചനകൾ പങ്കുവെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ ദാസനായ ദാവീദ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വേദവാക്യങ്ങൾ നിങ്ങൾ കുറിച്ചിട്ടാൽ ആ വേദവാക്യത്തിലെ അനുഭവ സാക്ഷ്യമാണ് ഈ സങ്കീർത്തനം 18. ഒന്നുകൂടി പറയാം. 2 ശമൂവേൽ 22-ാം അധ്യായത്തിലെ ദാവീദിന്റെ ചരിത്രമാണ് 18-ാം സങ്കീർത്തനത്തിലെ ഈ പാട്ട്. കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ ദൈവം ദാവീദിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ശേഷം ദാവീദ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം. ആമേൻ. തന്റെ ഈ വാക്യത്തിന്റെ 1-ാം വാക്യം മുതൽ 50-ാമത്തെ വാക്യം വരെ ദാവീദിന്റെ അനുഭവ സാക്ഷ്യമാണ്. നമുക്കുമൊക്കെ ഒരുപാട് അനുഭവ സാക്ഷ്യമുണ്ട്. നിങ്ങൾക്കെല്ലാം മൈക്ക് തന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കേട്ട് നിർത്താമെങ്കിൽ നിങ്ങളെല്ലാം വിടുവിച്ച ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടാകും, എനിക്കും പങ്കുവെക്കാനുണ്ടാകും. എന്നാൽ ദൈവത്തെ സേവിച്ച് ദൈവത്തിന് വിളികേട്ട് ഇറങ്ങി തിരിച്ച് ആമൻ അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു എന്ന് പറഞ്ഞ ആ ദൈവഭക്തൻ ദൈവത്തെ സേവിച്ചും ദൈവത്തെ മാനിച്ചും ദൈവത്തെ ആരാധിച്ചും മുന്നോട്ട് പോകുമ്പോൾ വിളിച്ച ദൈവം വിടുവിച്ചതിന്റെ അനുഭവ സാക്ഷ്യമാണ് 18-ാമത്തെ സങ്കീർത്തനം. ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത പറയാം. അവൻ നിങ്ങളെ വിളിച്ച ദൈവം, നിങ്ങളെ പിടിച്ചിറക്കിയ ദൈവം, അവൻ ആരോഗ്യമില്ലാത്ത ബലഹീനമായ കഴിവുകളില്ലാത്ത കഴിവുകെട്ട ഒരു ദൈവത്തെ അല്ല ഈ പകൽ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചതോ. ഈ ദൈവത്തെ പോലെ ഉലകത്തിൽ വേറൊരു ദൈവമില്ല. ഈ ദൈവത്തെ പോലെ അത്ഭുതവാനായ ദൈവം, ഈ ദൈവത്തെ പോലെ അതിശയം പ്രവർത്തിക്കുന്ന ദൈവം, ഈ ദൈവത്തെ പോലെ ഇന്നും ജീവിക്കുന്നവനായ മറ്റൊരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ കരമടിച്ച് ആരാധിച്ച് സ്തുതിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ കരമൊന്നടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തേ. പക്ഷേ ഈ സങ്കീർത്തനം ഇവിടെ പ്രസംഗിക്കാൻ ദൈവം എന്നെ ഏൽപ്പിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ അതിന്റെ ആമുഖമായി ഞാൻ പറയാം. നിങ്ങൾ അതിന്റെ തലക്കെട്ട്, അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചാൽ നല്ലതാണ്. നമ്മൾ വേഗത്തിൽ 1-ാം വാക്യം തൊട്ട് വായിച്ചു വന്നെങ്കിലും അതിന്റെ തലക്കെട്ട് ഒന്ന് വായിക്കണം. ഒന്ന് വായിക്കാൻ വേണ്ടി. സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. യഹോവ അവനെ സകല ശത്രുക്കളുടെ അല്ല, ആദ്യത്തെ വാക്യം യഹോവയുടെ ദാസനായ ദാവീദിന്റെ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോ ആദ്യം എന്റെ അകത്ത് കത്തി ഒരു കാര്യം പറയാം. ഞാൻ രാജാവാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം ഞാൻ ദൈവദാസൻ എന്ന് പറയുന്നതാ. എനിക്കാണ് ഇങ്ങനെ ഒരു പദവി കിട്ടിയിരുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യം പറയുന്നത് ഞാൻ ഇസ്രായേലിന്റെ രാജാവാണ്. എന്നിട്ട് അതിന്റെ കൂടെ പറയും കഴിഞ്ഞ രാജാവിന് കഴിയാത്തത് എനിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ രാജാവ് 1000 കൊന്നു, ഞാൻ 10,000 കൊന്നു. ആമേൻ. കന്യകമാരെല്ലാം പാടിയത് എന്നെ കുറിച്ച. ഞാനാ രാജാവ്. കിരീടം തലയിലുള്ളപ്പോഴും ചെങ്കോൽ കയ്യിലുള്ളപ്പോഴും ഈ ഭക്തൻ പറയുന്നു എനിക്കതിലും വലുത് ദൈവദാസൻ എന്ന് പറയാനാ. ദൈവമക്കളെ, അങ്ങനെ ഒരു പദവി തന്ന ദൈവത്തിന് കരം ഉയർത്തി ദൈവം നമുക്ക് സ്തുതിച്ചേ. ആമേൻ. ദൈവമക്കളായി തീരാൻ, ദൈവദാസന്മാരായി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. എന്നിട്ട് ആ തലക്കെട്ടിൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം ദാവീദിനെ സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോൾ. 2, ശൗലിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചപ്പോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നമ്മളെല്ലാം പ്രസംഗിക്കുന്നത്
ശൗലാണ് ദാവീദിന്റെ ശത്രുവെന്നല്ലേ? അല്ലേ? കുന്തമെടുക്കുന്നത് ശൗലല്ലേ? തക്കം കിട്ടിയാൽ കൊല്ലാൻ നോക്കുന്നത് ശൗലല്ലേ? ശത്രുവിനെ എത്രയോ പെട്ടെന്നാ കീഴ്പ്പെടുത്തിയേ. പക്ഷെ ശൗൽ അങ്ങനെയാണോ? പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്നും മിത്രങ്ങളുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം. മനസ്സിലായില്ലല്ലേ? അവൻ ഇന്ന് ആ ദൂതാണ് ഇവിടെ ആരംഭമായി കയറി വരുന്നത്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, മിത്രങ്ങളുടെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുന്നത്. അവൻ ശത്രുവിനേക്കാൾ പ്രബലമാണ് നിന്റെ മിത്രമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ശത്രു നിനക്കെതിരെ വാളെടുത്താൽ അത്രയും വേദന നിനക്കുണ്ടാവില്ല. ശത്രു നിനക്കെതിരെ വാടകോരിയാൽ നിനക്ക് അത്രയും വേദനിക്കത്തില്ല. എന്നാൽ നിന്റെ മിത്രം നിനക്കെതിരെ എഴുന്നേറ്റാൽ, നിന്റെ മിത്രം നിനക്കെതിരെ ആയുധമെടുത്താൽ, നിന്റെ മിത്രം നിനക്കെതിരെ എതിരായി നിന്നാൽ, ദൈവ പൈതലേ, നിന്റെ ഹൃദയം ഉടയും, നിന്റെ ഹൃദയം തകരും. എന്ന് ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ശൗലിനെ ദൈവം വിടുവിക്കുക മാത്രമല്ല, ശത്രുവിന്റെ കയ്യിൽ നിന്നും മിത്രങ്ങളുടെ കയ്യിൽ നിന്നും വിടുവിച്ചൊരു ദൈവത്തെയോ ഇന്ന് പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷക്കെതിരെ നിൽക്കുന്നത് അവൻ ശത്രുവല്ല ദൈവ പൈതലേ. അവൻ നിന്റെ മിനിസ്ട്രിക്കെതിരെ എഴുന്നേൽക്കുന്നത്, നിന്റെ ശുശ്രൂഷക്കെതിരെ സംസാരിക്കുന്നത്, നിന്റെ ജീവിത വിജയത്തിനെതിരെ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ശത്രുവല്ല, മിത്രമെന്ന് പറയുന്ന വ്യക്തികളാണ്. അവരാണ് നിനക്കെതിരെ വാടക വരുന്നത്. അവരാണ് നിന്റെ തലയിൽ കയറി ഓടാൻ നിൽക്കുന്നത്. ഈ 34-ാമത്തെ ദിവസം ആത്മാവിനോട് പറയുന്നു, ആദ്യം പൊട്ടേണ്ടത് ശത്രുവിന്റെ കെട്ടല്ല, ആദ്യം പൊട്ടേണ്ടത് മിത്രങ്ങളുടെ കെട്ട് പൊട്ടട്ടെ. ആരാധിക്കാൻ ദൈവകൃപ ലഭിച്ച ദൈവമക്കൾ ആരും അടങ്ങിയിരിക്കരുത്. ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഓ ജീസസ്. ഞാന് അതൊന്ന് തെളിയിച്ച് പറഞ്ഞിട്ട് വേഗത്തിൽ അവൻ മുന്നോട്ട് പോകാം. നാളുകൾക്ക് മുമ്പ് ഒരു അഭിഷിക്തൻ എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് പതിവാണ്. പ്രായമുള്ളൊരു ദൈവദാസന, വളരെ തഴക്കവും പഴക്കവുമുള്ള ഒരു അഭിഷിക്തൻ. ആ ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു പോകും. ഇടയ്ക്ക് എന്നോട് പറയും, എന്തെങ്കിലും ഒരു ആലോചനയുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയും. ഞാൻ തന്നോട് പറയും. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അഭിഷിക്തനെ, എല്ലാ ദിവസവും ഞാൻ വെളിപ്പാട് പറയും, എനിക്കൊന്നുമില്ല, എന്നോടൊരു ആലോചന പറയണം. പുള്ളി പറഞ്ഞു, പിടിച്ചു വെക്കാൻ പറഞ്ഞു. ആമേൻ. പ്രായമുള്ള മനുഷ്യനാ. പുള്ളി പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, എന്റെ ശത്രുവിനെ ഞാൻ നോക്കിയേക്കാം, എന്റെ മിത്രത്തെ അങ്ങൊന്ന് നോക്കിയേക്കണേ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ആ ദൂത് മനസ്സിലായില്ല. കുഞ്ഞെ, നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോ മനസ്സിലാകും. ഞാൻ പോകല്ലേ, അന്ന് വെളിപ്പെടുത്തിയിട്ട് പോണം. നിന്റെ ശത്രു നിനക്കെതിരെ ആയുധമെടുത്താൽ 5 കിലോമീറ്റർ ദൂരത്ത് വെച്ച് നിനക്കറിയാം ആ വരുന്നത് നിന്റെ ശത്രുവാന്ന്. എന്ന് നിന്റെ തോളെ കൈയിട്ട് നിന്റെ കൂടെ കിടന്നുറങ്ങി, നിന്നോട് ഒരുമിച്ച് ആഹാരം കഴിച്ച്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത്, ഒരു വാഹനത്തിൽ സഞ്ചരിച്ച്, ഒരുമിച്ച് കൈകൊടുത്ത് നടക്കുന്ന നിന്റെ മിത്രം നിനക്ക് ശത്രുവായാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അത് ദൈവം നോക്കട്ടെ, ശത്രുവിനെ നീ നോക്കുക. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, മിത്രങ്ങളുടെ കെട്ട് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം പൊട്ടിക്കാൻ പോകുക. അല്ലോ, ചിരിച്ച മുഖത്തോടെ കൈ തരുന്ന അവൻ ആത്മനിറവോടെ ചിലത് കൈ തന്നു കുലുക്കിയിട്ടോ മറ്റു ഭാഗത്തു നിന്നോ നിനക്കെതിരെ വാട കോരുമ്പോൾ, നീ നിൽക്കുന്ന കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് കുഴിച്ചു മാറ്റുമ്പോൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കെട്ടുകൾ ഇന്ന് പകൽ അഴിയട്ടെ. ആത്മനിറവിൽ ജനം ഒരുമിച്ച് ഉറക്കവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ ഏൽപ്പിച്ച ഈ മെസ്സേജ്
അവൻ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ തൊടും. അവൻ ഒരു വിടുതൽ ദൈവം എടുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ റെഡിയായിരിക്കണം. നിങ്ങൾ ആത്മാവി കത്താൻ റെഡിയാകണം. കർത്താവിന്റെ ദാസൻ ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്തളത്തിൽ ഒരു ദൂത് പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ ഈ മെസ്സേജ് നോക്കി വെച്ചിരിക്കുമ്പോൾ മറ്റൊരു ദൂത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആ ദൂത് അങ്ങ് പറഞ്ഞിട്ട് എന്റെ മെസ്സേജിലേക്ക് വരാം. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ജനം അവൻ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെടാൻ സമയമായപ്പോൾ, പുറപ്പാടിന്റെ സമയമെടുത്തപ്പോൾ, വാഗ്ദത്തം നിവർത്തിയുടെ സമയമെടുത്തപ്പോൾ ദൈവം അവരോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോശേ ഈ ജനത്തോട് വിളിച്ചു പറ, ആമേൻ, നിങ്ങളെല്ലാം അരക്കെട്ടി കയ്യിൽ വടി പിടിച്ച് കാലിച്ചെരിപ്പിട്ട് പെസഹ ആചരിക്കണം. ദൂത മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യേ. ഞാൻ ഒന്നുകൂടി പറയാം. അരക്കെട്ടി വടി പിടിച്ച് കാലിച്ചെരിപ്പിട്ട് പെസഹ കഴിക്കണം. അടുത്ത ദിനം നിങ്ങളുടെ പുറപ്പാടാണ്. ദൂത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. എന്റെ ദൈവദാസനായ മോശേ, താങ്കൾ പറയുന്ന ദൂത് ചെറിയ ദൂതല്ലെന്ന് എനിക്കറിയാം. എന്നാന്നറിയോ? അടിമ എവിടെയാണോ ചെരിപ്പിടുന്നത്? അടിമകൾ ചെരിപ്പിടാറില്ല. അടിമകൾക്ക് ചെരിപ്പിടാൻ അന്നത്തെ കാലഘട്ടത്തിൽ അനുവദനീയമല്ല. അവൻ അടിമകൾ ഇടാൻ അനുവദിക്കത്തില്ല. ഏതൊരു അടിമയും കാലി ചെരിപ്പിട്ടാൽ യജമാനന്റെ ചാട്ട പുറത്തു വീഴും. അങ്ങനെയാണെങ്കിൽ മിസ്രയീമിൽ ചെല്ല മാത്രം ചവിട്ടി കുഴിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് എവിടെന്ന ചെരിപ്പ്? ആമേൻ. ചെരിപ്പിടാൻ നിയോഗമില്ല. ചെരുപ്പ് ധരിക്കാൻ അവർക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കുന്ന 400 വർഷത്തെ ചരിത്രം ഞാൻ ചോദിച്ചോട്ടെ, ചെരുപ്പിട്ട് ഉണ്ടാക്കിയിട്ട് എവിടെ ഇട്ടുകൊണ്ട് പോകാനാ? ചെരുപ്പിന് വാങ്ങിച്ചാലും എവിടെ ഇടാനാ? മിസ്രയീമിൽ ചെരുപ്പിടാൻ അനുവാദമില്ലാതെയോ മക്കളെ? സ്വതന്ത്രം മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമേൻ പറ. എന്നോടൊപ്പം നിങ്ങൾ റെഡിയായി നിൽക്കണം കേട്ടോ. ചെരുപ്പിടാൻ അനുവാദമില്ലാത്ത അന്ന് ദൈവം വന്നിട്ട് പറയുന്നു, നാളെ ചെരുപ്പിട്ടേക്കണം. ദൈവദാസൻ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആമേൻ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം പുരുഷന്മാരും അതിൻ്റെ അടുത്ത സ്ത്രീകളും അതിനടുത്ത കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. ഒരു 10-25 ലക്ഷം ജനം ഒറ്റ രാത്രി കൊണ്ട് ചെരുപ്പിട്ട് വടിപിടിച്ച് പെസഹ തിന്നണമെന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ ന്യായമാ? സ്തോത്രം. ഇത് മനസ്സിലായോ? നിങ്ങളോട് 2 ആഴ്ച മുമ്പ് പറയാ, ആമേൻ, അടുത്ത പെസഹയ്ക്ക് നിങ്ങൾ ചെരുപ്പ് മേടിക്കുന്ന എവിടെയെങ്കിലും ഒക്കെ പോയി മേടിക്കാം. എന്നാൽ ഒറ്റ രാത്രി തമ്പുരാൻ പറയാ, ഇന്ന് രാത്രി ചെരുപ്പിട്ടേക്കണം. മനസ്സിലാകുന്നുണ്ടോ? ചെരുപ്പിട്ടേക്കണം. എവിടെയാ ഇത്രയും ചെരുപ്പ്? എന്നാൽ പറയാം, ഒരുത്തന്റെ കാലിൽ ചെരുപ്പില്ലാതിരുന്നില്ല, എല്ലാവരുടെ കാലിലും ചെരുപ്പുണ്ടായി. ഇതെവിടെന്ന് വന്നെന്നറിയണ്ടേ? പറയാം. മിസ്രയീമിലെ ഊഴിയ വിചാരകന്മാരുടെ അടിമത്തത്തിൽ ഇവർ ഇഷ്ടിക ചവിട്ടുമ്പോഴും പ്രവചനമകത്തുള്ള, വചനമകത്തുള്ള, പ്രോഫസി അകത്തുള്ള പിതാക്കന്മാർ പറഞ്ഞു, മക്കളെ, ഇവിടം കൊണ്ട് തീരില്ല. ഒരു പുറപ്പാട് വരുന്നുണ്ട്, ഒരു വിടുതൽ വരുന്നുണ്ട്, ഒരു അത്ഭുതം വരുന്നുണ്ട്, ഒരു രക്ഷ വരുന്നുണ്ട്, ഒരു ഡെലിവറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ആരാധിച്ചുകൊള്ളണം. നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യണം. തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടിയേക്കണം. ഓടി ആരാധിക്കണമെങ്കിൽ ഓടി ആരാധിച്ചേക്കണം. ഞങ്ങൾ ആരും നിങ്ങളെ തടുത്തു വെക്കത്തില്ല. ഞങ്ങൾ ആരും നിങ്ങളെ പീഡിച്ചു നിർത്തത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നിയോഗം തരുന്നത് പോലെ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം. ഇന്ന് പൊട്ടിയെ പറ്റൂ. ഇന്ന് പൊട്ടി പുറത്തു വന്നേ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കര ശക്തി ഈ ഇരിക്കുന്ന ജനത്തിന്റെ മേൽ ഇപ്പോൾ ദൈവം പകരാൻ പോകുക.
Jesus. Praise God. Amen. അമ്മനാ അങ്കിളുടെ പുറകെ ഇരിക്കുന്ന ചെക്ക് ഷർട്ടിട്ട ബ്രദർ ഒന്ന് എഴുന്നേറ്റ് ബ്രദറിനെ. ഓക്കെ ബ്രദറെ, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ഒരു ദൂത് പറയുക. നിന്റെ കൂടാരം പൊളിക്കുന്നത് പോലെ ദൈവം പൊളിക്കാൻ പോയ മോനെ. അവൻ ഒരുപാട് നാളായി നീ പല കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കുഞ്ഞെ. നീ പല സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും ഒരെത്ര സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കുന്നോ അതിനേക്കാൾ വേഗതയിൽ ആ സ്റ്റെപ്പുകൾ മറിച്ചിടുന്ന ഒരു ദുർവ്യാപാരമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പബ്ലിക്കിന് ദൂത് പറയുക. അടുത്ത മാസം നീ കുറിച്ചു വെച്ചോ, നിന്റെ കയ്യിൽ നിന്ന് ഒന്നല്ല രണ്ടല്ല നാലിലധികം പ്രാവശ്യം നഷ്ടമായി പോയ ചിലത് നീ തിരിച്ചു പിടിച്ച് ചവിട്ടി കയറി വരുന്ന ഒരു പ്രഭാതമെന്ന് ആത്മാവിന്റെ മകൾ ദൂത് പറയുമ്പോൾ ആ ദൂതിനോട് ചലിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ ദൈവത്തെ കരമടിച്ചാരാധിച്ചേ. അവൻ എന്നോട് ആത്മാവ് അറിയുന്നു. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ജനത്തെ മുന്നോട്ട് വിടാതെ കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടോ. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങളുടെ വായ തുറക്ക, വായ വിസ്താരത്തിൽ തുറക്ക. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം അതിനെ നിറച്ചു തരും. നിർത്തരുത്. ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വിടുതലാണ്. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ വിടുതലാണ്. ഞങ്ങൾ പ്രസംഗിച്ചു പോകാൻ വന്നവരല്ല. പകരം നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതൽ ഇന്ന് പകൽ ഉണ്ടാവട്ടെ. ഞാന് ഇവിടെ ഇരിക്കുമ്പോൾ ആ ദൈവ ശബ്ദം കേട്ടു. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, അവൻ ഒറ്റ രാത്രി കൊണ്ട് 28 ലക്ഷത്തിന് ചെരുപ്പിടണമെങ്കിൽ ഇവിടത്തെ എല്ലാ കമ്പനികളും കൂടി ഒരുമിച്ച് വന്നാലും ചെരുപ്പ് കൊടുത്താലും തികയില്ല കുഞ്ഞെ. എന്നിട്ടും അവൾ ചെരിപ്പിട്ടു. എങ്ങനെയാണെന്നറിയണ്ടേ? അവരുടെ കൂടാരത്തിനകത്ത് അപ്പച്ചന്മാരുണ്ടായിരുന്നു, അമ്മച്ചിമാരുണ്ടായിരുന്നു. അവരുടെ അകത്ത് വചനം കത്തിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ സന്ദർശിക്കും, 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ വിടുവിക്കും. ആ ദൂത് കേട്ട അപ്പച്ചന്മാർ വീട്ടിനകത്തിരുന്ന് ചെരിപ്പ് തുന്നാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയാ, അവർ കൂടാരത്തിനകത്തിരുന്ന് അവരുടെ മക്കളുടെ അളവിനനുസരിച്ച് ചെരുപ്പ് തുന്നാൻ തുടങ്ങി. അവിടെ അവൻ വീട്ടുകാരുടെ എണ്ണത്തിനനുസരിച്ച് ചെരുപ്പ് തുന്നാൻ തുടങ്ങി. ചെരുപ്പ് തുന്നി റെഡിയാക്കി വെച്ചപ്പോൾ മോശ പറഞ്ഞു, പുറപ്പെടുക. ഞാന് ഇവിടെ ഇരിക്കുന്ന ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോടും അമ്മമാരോടും ആത്മനിറവിലൊരു ദൂത് പറയുക. നിന്റെ തലമുറയുടെ വിടുതല് നിന്റെ അടുത്തൽ വന്നിരിക്കുന്നു. അമ്മ ഇങ്ങനെ പോരാ, ഇങ്ങനെ ആരാധിച്ച പോരാ. നിന്റെ തലമുറയുടെ വിടുതൽ നീ ആഗ്രഹിച്ച്, നീ പ്രാർത്ഥിച്ച്, നീ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ആരാധിച്ചേ. പ്ലീസ് ദൈവദാസനെ ഒന്ന് കയറി വന്നേ. എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു ഒരു അസാധാരണമായ വിടുതല് തലമുറകളുടെ മേൽ ഇന്ന് മക ദൈവം ചെയ്യാൻ പോകുക. ഒന്ന് അന്യ ഭാഷകളിൽ അഭിഷിക്തൻ കൂടെ നിൽക്കാൻ പോകുക. ഇന്ന് ആത്മാവിനോട് പറയുന്നു, നിന്റെ തലമുറക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ പിശാച് കെട്ടിവെച്ചത്, അന്ധകാര വ്യാപാരങ്ങൾ കെട്ടിവെച്ചത് ഇന്ന് മക ദൈവം പൊട്ടിക്കാൻ പോകുക. ആത്മാവിൽ അന്യ ഭാഷയിൽ ഒന്ന് ദൈവത്തെ ആരാധിച്ചേ. എല്ലാവരും അന്യ ഭാഷകളിൽ
യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പോട്ടെ. ദൈവജനത്തിനെതിരെ, ദൈവജനത്തിന്റെ തലമുറകൾക്കെതിരെ, അവിടെ അവകാശത്തിനെതിരെ, അവിടെ നന്മകൾക്കെതിരെ ശത്രു കെട്ടിവെച്ച സകല കെടുതികളോ ദൈവത്തിന്റെ വചനത്തോൾ, ദൈവത്തിന്റെ വചനത്തോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിനെ പൊട്ടിക്കുകയോ. ഓ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്ന് പകൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിക്കാമല്ലോ. ദൈവമക്കളെ, ഞാൻ കേട്ട ദൂത്, പറഞ്ഞ ദൂത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വിശ്വാസ കണ്ണാൽ കണ്ട് ദൈവം അറിയിച്ച വാഗ്ദത്തങ്ങൾ മുന്നിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞ സമയത്ത് ചെയ്യുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നല്ലൊരു സ്വതന്ത്രം പറ. ദൈവം ആണ് പറഞ്ഞതെങ്കിൽ പറഞ്ഞ സമയത്ത് അവനത് ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് വിശ്വാസത്താൽ തലമുറകളുടെ യാത്രയുടെ ചെരിപ്പ് അവർ തുന്നിവെച്ചു. ആത്മനിറവിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടാരത്തോട്, നിങ്ങളുടെ തലമുറകളോട് ദൈവം അറിയിച്ച വാഗ്ദത്തത്തിനനുസരിച്ച് ഇന്ന് ചലിക്കാൻ, ഇന്ന് ചലിപ്പിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അവരുടെ മേലാണ് ദൈവത്തിന്റെ വിടുതൽ ദൈവം ചെയ്യുന്നത്. വിശ്വസിക്കുന്നവരാമേൻ പറ. ഹല്ലേലൂയ.
ഞാൻ ആ മെസ്സേജിലേക്ക് ഓടിച്ചു വരാൻ കേട്ടോ. അവരേതായാലും ചെരുപ്പ് തുന്നി. ഇതെവിടെന്ന് വന്നു എന്ന് ആരും ചോദിച്ചില്ല. വീട്ടിലുള്ളവരുടെ അളവിനനുസരിച്ചുള്ള ചെരുപ്പ് അവർ കാലിലിട്ടു. ചെങ്കടൽ കടന്നു മരുഭൂമിയിൽ ചെന്നപ്പോ തമ്പുരാൻ ആ ചെരുപ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് വിശ്വാസത്തെ തുന്നിയതാ, ഇത് തേയാൻ അനുവദിക്കില്ല. വിശ്വാസത്തെ തുന്നിയത് തേയ്മാനം വരാൻ ദൈവം അനുവദിക്കില്ല. വിശ്വാസത്തെ തുടങ്ങിയത് തേയ്മാനം വരാൻ അനുവദിക്കില്ല. വിശ്വാസത്താൽ ആരംഭിച്ചത് തേയ്മാനം വരാൻ എന്റെ ദൈവം അനുവദിക്കില്ല. നീ വിശ്വാസത്തെ തുടക്കമിട്ടത്, വിശ്വാസത്താൽ ആരംഭിച്ചത്, വിശ്വാസത്താൽ അടിസ്ഥാനമിട്ടത്, വിശ്വാസത്താൽ കുറിച്ചത്, അതിന് തേയ്മാനം വരാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. രേഖന സന്ധേരബാന ഫോർട്ട് കൊച്ചിയിൽ അവൻ 97-ൽ അവൻ 97-ൽ വിശ്വാസത്താൽ അവൻ ഇതുപോലൊരു ചെരുപ്പ് തുന്നി. വിശ്വാസത്തെ ചെരുപ്പ് തുന്നി. അവൻ പലതവണ ഇവിടെ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എഴുതാൻ അറിയാതിരിക്കുമ്പോൾ, വായിക്കാൻ അറിയാതിരിക്കുമ്പോൾ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിവില്ലാത്ത സമയത്ത് അവൻ എന്റെ പേര് പോലും BIJ എന്ന് എഴുതാൻ അറിയാതിരുന്ന സമയത്ത് വിശ്വാസത്തെ ഞാൻ ചെരുപ്പ് തുന്നാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ചെറിയ ചെരുപ്പല്ല തുന്നിയത്, എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ എന്റെ കാലിന്റെ നീളം 8 ഇഞ്ച്. ഞാൻ തുന്നിയത് 8 ഇഞ്ചല്ല, 11 ഇഞ്ചിന്റെ ചെരുപ്പ് തുന്നി. കണ്ടവൾ ചോദിച്ചു, മണ്ടൻ, കാല് 8 ഉള്ളൂ, തുന്നിയ ചെരുപ്പ് 11 ഇഞ്ച്. ഞാൻ പറഞ്ഞോ, അവൻ ഞാനല്ല മണ്ടൻ, അവൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഞാൻ തുന്നിയതിനനുസരിച്ച് എന്റെ കാല് വളർത്താൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഈ പകൽ വിശ്വാസമുണ്ടെങ്കിൽ കാലമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. നീ എത്ര തുന്നുന്നുവോ അത്രയും വർദ്ധിപ്പിക്കുന്ന, നീ എത്രമാത്രം അത് തുന്നാൻ തയ്യാറാകുന്നു അത്രമാത്രം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഓ ശിവലവ സന്ധരാധല. അമേ, ഞാൻ വളരെ വ്യക്തമായും വളരെ ശക്തമായും ഒരു ദൂത് ഈ അഭിഷിക്തനോടും ഈ സഭയോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ആ ദൈവശബ്ദം കേട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ദൈവദാസന്മാരൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ എന്തോ ഈ ദൈവദാസന്മാരുമായിട്ട് വരാനിരുന്നപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, പോരുന്നോടി നീ മീറ്റിങ്ങിന്? പറയാത്ത കുഴപ്പം ചുരിദാർ തേക്കാൻ തന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ചോദിച്ചത് കേട്ടത്തില്ലായി. ചോദിച്ചില്ല, എന്റെ പാന്റ് ഷർട്ടും തേച്ചാൽ മതിയായിരുന്നു. അവളെ ചുരിദാറും കൂടി തേക്കേണ്ടി വന്നു. എനിക്കറിയാം എങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് വരാറില്ല. കാരണം ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വെളുപ്പിന് 4 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചൊന്നുമില്ല. ഒന്ന് ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കണമെന്ന് ചോദിച്ചു. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കാര്യം സംസാരിച്ചില്ല. ഞാൻ വളയം പിടിക്കുമ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി. താനും മുമ്പിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. എന്തിനാണ് ഏതിനാണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ്, ചിലത് ഈ ചർച്ചിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുക. ദൈവദാസനെ, ഈ 2022 നിങ്ങളുടെ ജീവിതത്തിൽ ആൾക്കാർ പറയില്ലേ, ഒരു ഭാഗ്യ നക്ഷത്രം എന്ന് പറയില്ലേ, എന്നതുപോലെ 2022 ചിലതിന് തുടക്കം കുറിക്കുന്ന, ചിലതിന് അടിസ്ഥാനമിടുന്ന, ചിലതിന് തറക്കല്ലിടുന്ന വർഷത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഒരു വർഷമെന്ന് ആത്മാവ് ദൂത് പറയുകയോ. ജീസസ്, ഹല്ലേലൂയ. ആയതുകൊണ്ട് നമുക്ക് ആ മെസ്സേജിലേക്ക് വരാമല്ലേ? എല്ലാവരും ദൈവവചനം കേൾക്കാൻ ആവശ്യത്തോടെ ആകലോടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിലേക്ക് വരാം. ദാവീദിനെ ദൈവം വിടുവിച്ചു. എവിടെന്നാ വിടുവിച്ചത്? 2 കൂട്ടത്തിൽ നിന്ന്. ഒന്ന് ശൗലിന്റെ കയ്യിൽ നിന്ന്, 2 ശത്രുവിന്റെ കയ്യിൽ നിന്ന്. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഈ ദൂത് കേട്ടതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേ പാഷേ ഒരു എന്തോ ഒരു വല്ലായ്മ. എങ്ങനെയൊക്കെ പാഷ പ്രാർത്ഥിക്കാൻ പറയുന്നത്? എനിക്ക് ഒരു 2-3 മാസം ആ പാഷ പറഞ്ഞത് ഒരു തമാശയായിട്ട് തോന്നി. മുന്നിലോട്ട് കയറ്റിക്കൊണ്ടുവന്ന് സ്റ്റേജെ കയറ്റി മൈക്ക് കയ്യിൽ കൊടുത്ത് പാടടാ, അന്യഭാഷ പറയടാ,
എന്ന് പറഞ്ഞ് മൈക്ക് പിടിപ്പിച്ച് പാടിപ്പിച്ചു, വന്യവേഷം അറിയിപ്പിച്ചു, കൈവച്ചു, അഭിഷേകത്തെ നിറച്ച അവൻ 45 പേരെ കൊണ്ട് ഒറ്റ ദിവസം ചർച്ചയിൽ നിന്ന് പോയി. 45 പേരെയും കൊണ്ട് ചർച്ചയിൽ നിന്ന് പോയപ്പോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു തലയിലോട്ട് കൈവച്ചപ്പോ തമ്പുരാൻ പറഞ്ഞു, നിന്നോട് അന്നേ പറഞ്ഞില്ലേ മിത്രത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ പ്രാർത്ഥിക്കാൻ? മനസ്സിലായില്ലല്ലേ? ചിരിച്ച് ഹായ് പറയുന്നതിനെ അത്രക്കങ്ങ് വിശ്വസിക്കരുത്. അവൻ താഴത്ത് കൊണ്ടുപോയി അലൻ സോളിയുടെ ഷർട്ട് വാൻ ഹുസൈന്റെ പാന്റും മേടിച്ചു തരുമ്പോ അത്ര അങ്ങ് വിശ്വസിക്കരുത്. ഒരു ഹല്ലേലൂയ വേണമെങ്കിൽ പറഞ്ഞാ മതി. മനസ്സിലായില്ലല്ലേ? അവൻ എന്തെങ്കിലുമൊക്കെ അഴച്ചു തരുമ്പോ അത്രക്കങ്ങ് വിശ്വസിക്കരുത്. അവൻ തൊട്ടപ്പുറത്ത് തക്കം കിട്ടിയാൽ നിനക്കെതിരെ കുന്തമെടുക്കാൻ നിൽക്കുന്ന ശൗലിന്റെ പദ്ധതികൾ ഇന്ന് പകൽ പൊളിയുന്നു എന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ചു ദൈവത്തെ ആരാധിക്ക്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിമാരെ, ദൈവ പൈതലെ, ഈ ദൂത് നിന്നോടാണ്. സകലത്തിനകത്ത് നിന്നും ഒരു ഉദ്ധാരണം എന്റെ ദൈവം തരും. സ്തോത്രം. എന്നാൽ 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ അവൻ ഉയരത്തിൽ നിന്ന് പറ കൈ നീട്ടി എന്നെ പെരുവെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഈ 118-ാം സങ്കീർത്തനവും ഈ 18-ാം സങ്കീർത്തനവും ഒക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. 118-ാം സങ്കീർത്തനത്തിൽ 116-ാം സങ്കീർത്തനം അവിടെ ഒരു വാക്യമുണ്ട്, യഹോവേ ഞാൻ നിന്റെ ദാസൻ, ദാസിയുടെ മകനും തന്നെ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഏകദേശം ഇതുമായിട്ടെല്ലാം ഒരു കണക്ഷൻ ഉണ്ട്. ദാവീദ് പറയുന്നു, ഞാൻ വലിയ കഷ്ടത്തിലായി. ഏത് വെള്ളത്തിൽ നിന്നാ തന്നെ ദൈവം വലിച്ചു കയറ്റിയത്? ആന്റി ഒന്ന് വായിച്ചേ, എന്നിട്ട് നമുക്ക് ആ വചനം ഒന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. അതിന്റെ സ്തോത്രം 18-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 3-ാമത്തെ വാക്യം, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. അടുത്തത്, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു മലമ്പുഴ അണക്കെട്ടിൽ നിന്നായിരിക്കും. അല്ല, അതരംപള്ളി വാഴച്ചാലിൽ നിന്നല്ല വലിച്ചു കയറ്റിയത്, അല്ലെങ്കിൽ നെയ്യാർ ഡാമിൽ നിന്നല്ല വലിച്ചു കയറ്റിയത്. ദാവീദ് എന്നെ വലിച്ചു കയറ്റി എന്ന് പറയുന്ന വെള്ളം ഏതാണെന്നറിയോ? മരണപാശങ്ങൾ, അഗാധ പ്രവാഹങ്ങൾ, മരണത്തിന്റെ തുടർന്ന് പിടിക്കുന്ന കെണികൾ ഇതിനകത്തുനിന്ന് വലിച്ചു കയറ്റിയത്. ദാവീദിനെ വലിച്ചു കയറ്റിയ അതേ കരം ഇന്ന് നിന്നെയും വലിച്ചു കയറ്റാൻ പോകുക. വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറ. ദാവീദിനെ വലിച്ചു കയറ്റിയ അഗാധ പ്രവാഹങ്ങളിൽ നിന്ന്, മരണത്തിന്റെ പാശങ്ങളിൽ നിന്ന്, പാതാളത്തിന്റെ ശക്തികളിൽ നിന്ന്, ആ പെരുവെള്ളം എന്ന് പറയുന്ന ആ ശക്തികളിൽ നിന്ന് ദാവീദിനെ വലിച്ചു കയറ്റിയെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ദൈവമൈതലേ, ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നിന്നെയും വലിച്ചു കയറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. തീർന്നില്ല. എല്ലാരും വിചാരിക്കുന്നതേ ചുമ്മാ ഇരുന്ന ദാവീദിനെ കാല് വഴുതി വീണപ്പോ അങ്ങ് വലിച്ചു കയറ്റി എന്ന. എല്ലാരും ദൈവം കയറ്റിക്കോളും, ദൈവം പിടിച്ചുകൊള്ളും, ദൈവം താങ്ങും. ആരെയാ താങ്ങിയത്? 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ആമേൻ.
അവൻ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി. ആരെ വലിച്ചു കയറ്റി? വീട്ടിൽ. ഇവിടെ ഇത്രയും ശക്തമായ പ്രാർത്ഥന നടക്കുമ്പോ വീട്ടിൽ കുത്തിയിരുന്ന് അവൻ സീരിയലും കണ്ട് യൂട്യൂബിനകത്ത് വിരൽ കൊണ്ട് കോഴി നക്കുന്ന പോലെ തണ്ടി അവൻ ചുമ്മാ ഇരിക്കുന്നവനെ അല്ല വലിച്ചു കയറ്റാൻ ദൈവം വരുന്നത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന, ആരാധിക്കാൻ മുട്ടുമടക്കുന്ന, പ്രതിസന്ധി നോക്കാതെ, പ്രതികൂലം നോക്കാതെ, കാലഘട്ടം നോക്കാതെ, കാലാവസ്ഥ നോക്കാതെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഒരു ദൈവ പൈതൽ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ഒരു കാര്യം ഇന്ന് പകൽ വെളിപ്പെടും. ഇത് സംഭവിച്ചിരിക്കും, ഇത് സംഭവിച്ചിരിക്കും, ഇത് സംഭവിച്ചിരിക്കും, ഇത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഒന്ന് പറയട്ടെ, നിങ്ങൾക്കെതിരെ ഉള്ള ഒരു കണിയും നിങ്ങൾക്കെതിരെ വെക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ആമേൻ. ഞാൻ ഒരിക്കല് ചർച്ചിൽ ഇങ്ങനെ സഭായോഗം പ്രസംഗിച്ചു കഴിഞ്ഞ് കുറെ പേർ പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ആമേൻ. എല്ലാ ഞായറാഴ്ചയും പുതിയ ആളുകൾ പലയിടങ്ങളിൽ നിന്നും ചർച്ചിൽ വരുന്നു. ആമേൻ. ഞാൻ നോക്കുമ്പോൾ പരിചയമില്ലാത്ത കുറെ മുഖങ്ങളുണ്ട്. അവർ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ഒരു ബ്രദർ ചോദിച്ചു, ബ്രദർ എവിടെയാ സ്ഥലം, എവിടെയാ വീട്? പുള്ളി പറഞ്ഞു, ഞാനിവിടെ അടുത്തൊക്കെ തന്നെയാ. അല്ല എന്നാലും എവിടെയാ? സ്ഥലം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. പുള്ളി പറഞ്ഞു, ഭാഷനെ ആദ്യമായിട്ടാ കാണുന്നേ, പക്ഷെ എനിക്ക് വർഷമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ എവിടെ വെച്ചാ കണ്ടേ? ഭാഷ ഈ സ്ഥലം മേടിച്ചത് 2015 അതെ 2005. അതെ. രജിസ്ട്രേഷൻ ഇന്ന മാസമല്ലേ? അതെ. നിങ്ങൾ ഇവിടെ കൈകൂട്ടാൻ തുടങ്ങിയത് ഇത്രാം തീയതി അല്ലേ? അയ്യോ ഞാൻ മറന്നുപോയി. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടിയത് ഇന്ന ദിവസമല്ലേ? ഞാൻ പറഞ്ഞതെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? എനിക്ക് നന്നായിട്ട് അറിയാം. അന്നു മുതൽ നിങ്ങളെ കെട്ടാൻ എന്റെ സമൂഹം എന്നെയാ ഏൽപ്പിച്ചേ. ഞാൻ വെള്ളിയാഴ്ച കെട്ടും, നിങ്ങൾ ഞായറാഴ്ച പൊട്ടിക്കും. ദൂത് മനസ്സിലാക്കി മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കാര്യം ഒന്ന് പറയാ. നിങ്ങൾ ഇങ്ങനെ കൈയടിക്കുമ്പോ ആ കൈയുടെ നടുവിൽ ഒന്നും നിങ്ങൾ കാണുന്നില്ല, പക്ഷെ കാണാൻ പോകുക അവൻ നിനക്കെതിരെ കെട്ടിയതോ, നിനക്കെതിരെ ബന്ധിച്ചതോ, നിനക്കെതിരെ ചൊല്ലിയതോ. യെസ്, അതിന്ന് പകലടിയോ അവൻ ആ ചങ്ങല കെട്ടിയതോ, ജനത്തെ വിടാതെ, ജനത്തെ മുന്നോട്ട് വിടാതെ കെട്ടിവെച്ച ചിലതോ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതടിയട്ടെ. ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ആത്മാവിന്റെ തീ ഇതിനകത്ത് പടർന്നു പിടിക്കട്ടെ. ആത്മാവിന്റെ തീ ഇന്ന് പകൽ കത്തട്ടെ. ആമേൻ. ഈ കർത്താവിന്റെ ദാസന്മാരൊക്കെ ദൈവത്തെ ആരാധിക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷം എന്നാന്നറിയോ? എനിക്ക് പ്രസംഗിക്കാൻ അത്ര ഇഷ്ടമൊന്നുമല്ല, പ്രസംഗിക്കാൻ മടിയാ. ആരാധിക്കാനാ ഇഷ്ടം, ആരാധിക്കാനാ ഇഷ്ടം. ഒരല്ലെന്ന് പറഞ്ഞു എന്റെ ചർച്ചയിൽ നിന്ന് ഒരു അച്ചായൻ വഴക്കിട്ട് പോയി, ഇവിടെ എപ്പോ നോക്കിയാലും ആരാധനയാന്ന് പറഞ്ഞു. ഈ അച്ചാൻ അറിയത്തില്ലല്ലോ നമ്മൾ അനുഭവിക്കുന്ന വേദനയും യുദ്ധം. സ്തോത്രം. ഇത് പൊട്ടുന്നത് ആരാധനക്കകത്താ. ഒരു ഹല്ലേലൂയ പറ, ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഒരു കാര്യം കൂടി പറയാ, നിങ്ങളുടെ ആരാധന കൈയടിയൊക്കെ ശരിയാകുന്നെങ്കിലും എവിടെയൊക്കെയോ ചിലരൂടി പൊട്ടാനുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. അടുത്തിരിക്കുന്നവരുടെ മുഖത്തൊട്ട് കൈ കൊണ്ടാലും കുഴപ്പമില്ല, ആ കൈ ഒന്ന് വീശിയൊന്ന് അടിച്ചേ, ആത്മ നിറവിലൊന്ന് അടിച്ചേ, ആത്മാവിന്റെ ശക്തിയോടെ നടിച്ചേ. ഈ പകൽ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ, ദൈവകൃപ ചലിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗിന് ഇരിക്കാൻ ഇടമില്ലാതെ ജനം ഓടിക്കേറട്ടെ. ഞങ്ങളുടെ കൊച്ചിയിലെ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലം, വൈപ്പിൻ നിങ്ങൾക്കറിയാം. വൈപ്പിൽ ഒരു ദൈവദാസനുണ്ട്. ഞാൻ ആ ദൈവദാസന്റെ പേരൊന്നും പറയുന്നില്ല. ആ ദൈവദാസൻ പുള്ളി ആകെപ്പാടെ കുഴച്ചിൽ പിടിച്ചേ എന്ത് ചെയ്യണമെന്നറിയാതെ
പോകേണ്ടിടത്തെല്ലാം പോയി. കൈനോട്ടക്കാരുടെ അടുത്ത് പോയി, മഷിനോട്ടക്കാരുടെ അടുത്ത് പോയി, തൃശ്ശൂര് കുട്ടിച്ചാത്തന്റെ അടുത്ത് പോയി, എല്ലായിടത്തും പോയി. ഒരു രക്ഷയില്ല. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി കോഴിക്കോടിനടുത്ത് ഒരു ഇക്കായെ പോയി കണ്ടു. എന്നാ വിഷയം? എന്റെ പൊന്നിക്ക, ഞാൻ തകർന്നിരിക്കുക. ഇതെല്ലാം പുള്ളി ശരിക്ക് കേട്ടിട്ട് പറഞ്ഞു, നിനക്കൊരു ഒറ്റ വിടുതൽ ഞാൻ പറഞ്ഞു തരാം, നാണോ ഒന്നും വിചാരിക്കരുത്. എന്നാ ഇക്ക, ഈ കൈകൊട്ടുന്നവരെ നിങ്ങളുടെ ദേശത്ത് ആരെങ്കിലും ഉണ്ടോ? പുള്ളിവാർന്ന് ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ ഇരുന്ന് 5-8 പേര് കൈകൊട്ടുന്നുണ്ട്. അവിടെ നടുക്ക് പോയി നീ ചുമ്മാ ഇരുന്നാ മതി, ഇതെല്ലാം മാറിക്കോളും. അപ്പോ ഈ പുള്ളി പറഞ്ഞു, അല്ല ആ കൈകൂട്ടക്കാരുടെ ഒച്ചപ്പാടും ബഹളം കൊണ്ട് ഞാൻ വരെ മാസ് പെറ്റീഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടുന്ന് ഓടിക്കാൻ. പുള്ളി പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണേലും ഞാൻ പറയുന്നൊന്ന് ചെന്ന് നോക്ക്. പുള്ളി ചോദിച്ചു, എത്ര ദിവസം പോയിരിക്കണം? അതൊന്നും വേണ്ടടോ, ഒന്ന് ചെന്ന് കയറിയാ മതി, പൊട്ടിക്കോളൂന്ന്. അങ്ങനെ ഈ പക്ഷെ എന്നാന്നറിയാമോ, ഞായറാഴ്ച ഭാര്യയോട് പോലും പറയാതെ അവൻ ഈ കൈകൊട്ട് പ്രാർത്ഥന നടക്കുന്നതിന്റെ പുറകിച്ചെന്നങ്ങ് പുള്ളി ഇരുന്നത് അഴിയാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി, ദുര്യാത്മാവ് ശക്തി വെളിപ്പെടാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇന്ന് അഭിഷിക്തന ദൈവദാസന. പുള്ളി എന്നോട് പറഞ്ഞു, എന്റെ പൊന്ന് ദൈവദാസനെ, ഒന്നിരുന്നു കൊടുത്തതാ ഈ ഗതികേടിന് വന്നത്. മനസ്സിലായോ? നിന്റെ ആരാധന ചെറുതല്ല, ഇതിനകത്തെ കയ്യടി ചെറുതല്ല, ഇതിനകത്തെ സ്തോത്രം ചെറുതല്ല, ഇതിനകത്തെ ആമേൻ ചെറുതല്ല. പോരാ പോരാ, തകർച്ച ദൈവത്തെ ഇന്ന് മകൾ ആരാധിച്ചിട്ട് പറ. ദൈവം ഇന്ന് മകൾ കരം നീട്ടുന്നു. ആർക്ക് വേണ്ടി? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കൈ നീട്ടുന്നു. ശബനബ സന്ദരാദല രേഖലരബ സന്ദൽ പൗഡബലബസി. ഹല്ലേലൂയ. ആന്റി വായിച്ച വാക്യം, എന്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അടുത്ത വാക്യം വായിച്ചാണ്ടി. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? നീ വിളിക്കുമ്പോൾ മന്ദിരത്തിലിരുന്ന് നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ ആവശ്യം അറിയുന്ന, നിന്റെ വിഷയത്തിൽ ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ ജീവനോടെയുണ്ട്. അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണോ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണോ അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഈ പകൽ വിശ്വസിച്ചൊരാമേൻ പറ. അവൻ മന്ദിരത്തിൽ നിന്ന് എന്റെ നിലവിളി കേട്ടു. എന്നിട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ആമേൻ. സന്തോഷമാണോ നിങ്ങൾക്ക്? കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആണെങ്കിൽ അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്ത് മുഖത്തോക്കി തന്റെ അടുത്തോട് പ്രാർത്ഥന അങ്ങെത്തിയെന്ന് പറ. ധൈര്യമായിട്ട് പറ, പ്രാർത്ഥന അവിടെ എത്തിയെങ്കിൽ മറുപടിയാ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പ്രാർത്ഥിച്ച നിമിഷം, നിങ്ങൾ ദൈവത്തോട് ചോദിച്ച നിമിഷം, അവൻ ദൈവത്തോട് അഭയാചന കഴിച്ച ദിവസം, ആ സെക്കൻഡിൽ അത് അവിടെ എത്തിയിട്ടുണ്ട്. മറുപടി ദൈവം അയച്ചിട്ടുണ്ട്. ആ മറുപടി എന്താണെന്നറിയാമോ? അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഉയരത്തിൽ നിന്ന് കൈനീട്ടി. ആരാധിക്കുന്നവന് വേണ്ടി ഉയരത്തിൽ നിന്ന് കൈനീട്ടി. കരയുന്നവന് വേണ്ടി ഉയരത്തിൽ നിന്ന് കൈനീട്ടി. കണ്ണുനീരോട് അഭയാചന കഴിക്കുന്നവന് വേണ്ടി ഉയരത്തിൽ നിന്ന് ദൈവം കൈനീട്ടി. സ്തോത്രം. ഈ നമുക്കെല്ലാം വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുമെങ്കിലും ചിലരുടെയൊക്കെ ചിന്ത, പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമെന്ന് ഉറപ്പ് ഈ തിരുവചനത്തിലൂടെ തരാം. ദാവീദ് നിലവിളിച്ചപ്പോൾ, ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയുള്ള വിടുതല അഴച്ചത് ഞാൻ പറയാം. ആന്റി വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടേക്കണം. കേട്ടപ്പോലും നിങ്ങൾ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ചെയ്യുമോ എന്ന് സംശയം തോന്നും. അങ്ങനെയാ വചനം എഴുതി വെച്ചിരിക്കുന്നേ. ഒന്ന് വായിച്ചേ ആന്റി. അതിന്റെ 18-7 വാക്യം ഒന്ന് വായിച്ചേ. പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചേ? ഭൂമി ഞെട്ടി വിറച്ചു. ഭൂമി, ഒരു ഭക്തന്റെ പ്രാർത്ഥനയിൽ ഭൂമിക്കിളക്കം സംഭവിച്ചെന്ന്.
അഭിഷിക്തൻ ഇന്ന് പ്രാർത്ഥിക്കാൻ കയറിയിട്ട് ആദ്യം പറഞ്ഞ് ജാതികൾ കലഹിക്കുന്നത്, അതിന് മറുപടിയായത് ഒരല്ലലി എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഭൂമി ഞെട്ടി വിറച്ചു. ദൈവമക്കളെ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ തീ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിയ ചുമ്മാ പുറത്തുകൂടി പോകുന്ന തീ അല്ല ദൈവത്തിന്റെ തീ. ഞാൻ അത് പറഞ്ഞുതരാം. എന്താണെന്നറിയില്ല, ഒരു ഫ്ലാഷ് ന്യൂസ് പെട്ടെന്ന് കയറി വന്നുകൊണ്ട് പറയാ, യാഗപീഠത്തിൽ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി കല്ലുകൾ അടുക്കി വെച്ച് ഏലിയാവ് യാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ തീ ഇറങ്ങി. അവിടെ ഇങ്ങനെ പറയുന്നു, യാഗ വസ്തു മാത്രമല്ല, അവിടത്തെ മണ്ണിൽ വരെ ആ തീ തൊടുമാറ് ഒരു ദൈവത്തിന്റെ തീ ഇറങ്ങി. എനിക്കറിയില്ല, ഒരു ലൈവായിട്ടൊരു ദൂത് പറയാ, ഇന്ന് നിന്റെ കൂടാരത്തിൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ തീ അത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദങ്ങൾ, ചില ശുദ്രപ്രവർത്തികൾ ഇന്ന് പകൽ ആ മണ്ണിലേക്ക് ഇറങ്ങി, അത് ഭൂമിയിലേക്ക് ഇറങ്ങി. എന്റെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് പൊട്ടി മാറാൻ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മ മണ്ഡലവും ഇന്ന് പകൽ അഴിയട്ടെ. ദൈവജനത്തിന്റെ കൂടാരത്തിനകത്ത് അവർ ഉയരാത്തവണ്ണം, അവർ തല പൊക്കാതവണ്ണം, അവൻ മാമേ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, ദുർവ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. ജീസസ്. Shabanaba thuni bibi halkanara rekelara basikalara udam thini baba ramam sikalam riban thuni babala halke raban thuli udal kada thini അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ടുകൾ അടിയോ. നിങ്ങളുടെ അന്യഭാഷകൾ ഇന്ന് പകൽ മാറി വരോ. യെസ്, ആരും അഴിക്കണ്ട, ആരും തല കൈവെക്കണ്ട. അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആ കൂടാരത്തിനകത്ത് അവ കെട്ടിക്കിടക്കുന്നത് നിന്റെ മണ്ണിനകത്ത് കുഴിച്ചിട്ട ചിലത് അതിന്റെ ശക്തികൾ ഇന്ന് പകൽ നിർമൂലമാകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ജീസസ്, ആമേൻ. ഭക്തന്റെ പ്രാർത്ഥനയിൽ ഭൂമി എല്ലാരും ഉറക്കെ പറയണം. ഭൂമി എങ്ങനെ പറച്ചെന്താ? അഞ്ചു വായിച്ചേ. ഭൂമി ഞെട്ടി വിറച്ചു. ഞാൻ കാര്യം പറയാം, വിടുതൽ നടക്കണമെങ്കിൽ പ്രസംഗിക്കാൻ വരുന്ന ആള് പ്രസംഗിച്ചിട്ട് പോയാൽ വിടുതൽ നടക്കില്ല. നമ്മൾ ഒരുമിച്ച് വചനം പറയുമ്പോൾ ആ വിടുതൽ, അല്ലേ? ഒരുമിച്ചാ വിടുതൽ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഏത് ശുശ്രൂഷ ഒറ്റക്ക് നിന്ന് ചെയ്യാം, പക്ഷെ ആത്മീയ ശുശ്രൂഷ ഒറ്റക്ക് ചെയ്യാനുള്ളതല്ല, നാം ഒരുമിച്ച് ചെയ്യാനുള്ളതാ. വായിച്ചേ. ഭൂമി ഞെട്ടി വിറച്ചു. ഭൂമി എന്ത് ചെയ്തു? എടാ, ഒരു ആട്ടിടയ ചെറുക്കന്റെ പ്രാർത്ഥനയിൽ ഭൂമി ഞെട്ടി വിറച്ചെന്നോ? എന്റെ അന്തർഭാഗം കത്തിയ ദൂതായത്. ഒരു സ്വതന്ത്രം പറ. പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. തീർന്നില്ല. എന്റെ അടുത്ത് 8-ാമത്തെ വാക്യം, അടുത്ത വാക്യം. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. മലയുടെ അടിസ്ഥാനം. പ്രാർത്ഥിച്ചപ്പോ ഭൂമി ഞെട്ടി വിറക്ക മാത്രമല്ല, ഭൂമിയുടെ അടിസ്ഥാനം കുലുങ്ങി. നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് അത്രയും അങ്ങ് വിശ്വാസമൊന്നും, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ നടക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? വിശ്വസിച്ച ഒരു ആ മെമ്പറാ. അങ്ങനെ സംഭവിക്കും, അങ്ങനെ നടക്കും. ഭൂമി ഞെട്ടി വിറച്ചു. അടുത്ത വാക്യം. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. മലയുടെ അടിസ്ഥാനം എന്ത് ചെയ്തു? ഇളകി. സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. പോരാ, ഒന്നുകൂടി. മലയുടെ അടിസ്ഥാനം
ഇളകി. ഞാൻ ഈ മലയുടെ അടിസ്ഥാനം ഇളകി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് വരുന്ന കാര്യം എന്താണെന്നറിയോ? ഈ അടിസ്ഥാനം ഇളകാനും ബന്ധനം അഴിയാനും കൈ വേണമെന്ന് പോലും ഇല്ല, അല്ലേ? കെട്ടു അഴിയാൻ, കെട്ടു പൊട്ടാൻ കൈയുടെ ആവശ്യം പോലും ഇല്ലെന്ന്. അല്ല അങ്ങനെ പറഞ്ഞേ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ KL 20 P 5207 ആ വാഹനം ഒന്ന് മാറ്റി കൊടുക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, KL 20 P. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മൾ പറയുന്നത് കൈയടിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ വ്യാപരിക്കും, അല്ലേ? പക്ഷെ അപ്പോസ്തലനായ പൗലോസും ശീലാസും കൈയടിക്കാൻ പോലും പറ്റിയില്ല, അല്ലേ? എന്തിന് കൈ പോയിട്ട് നൃത്തം ചെയ്യാൻ പോലും പറ്റിയില്ല. കാലാമത്തിൽ കൈകൾ വയസ്സിട്ട് പൂട്ടിയിരിക്കുന്ന പോലെ പൂട്ടിയിരിക്കുന്നു. അവര് പറഞ്ഞു, കൈയടിക്കാൻ പറ്റിയില്ലേലും നൃത്തം ചെയ്യാൻ പറ്റിയില്ലേലും ഇവന്മാർക്കാർക്കും ഉലകത്തിൽ ബന്ധിക്കാൻ കഴിയാത്തതൊന്നുണ്ട്. അത് നമ്മുടെ അധരമാണ്. അധരം, ഈ നാവിനെ ബന്ധിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ലെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ, നിന്റെ നാവ് ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ നാവ് കൊണ്ട് അല്പസമയം ദൈവത്തിന് നന്ദി പറ, ദൈവത്തിന് സ്തോത്രം ചെയ്യ, ദൈവത്തിന് ആരാധിക്ക, ദൈവത്തിന് മഹത്വം കരേറ്റ്. അപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി ഞെട്ടിവിറച്ചു, മലയുടെ അടിസ്ഥാനം കുലുങ്ങി. അടുത്ത വാക്യം വായിച്ചേ. അവൻ കോപിക്കുകയാൽ അവ കുലുങ്ങിപ്പോയി, അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. 8ാം വാക്യം. അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. വായിൽ നിന്ന് തീ പുറപ്പെട്ട്. അപ്പൊ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? പ്രാർത്ഥിച്ചാൽ തീയൊക്കെ പുറപ്പെടുവോ? പുറപ്പെടും. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിനക്കെതിരെ നിൽക്കുന്ന, ചുറ്റും പാളയമെറിയിക്കുന്ന ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടണ്ട. ദൈവം തീ ഇറക്കാൻ ശക്തനാണ്. ദൈവം ശക്തനാണ്. അന്ന് സംഭവിച്ചെങ്കിൽ അതിന്നും സംഭവിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറ. ഞാന് പ്രാർത്ഥിച്ചാൽ ദൈവം തീ ഇറക്കുമോ? തീ ഇറക്കും. ഞാൻ ഇന്ന് എൻ്റെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ പേര് സിന്ധു വന്ന. വളരെ എനിക്ക് തോന്നുന്നു 7-8 വയസ്സുള്ളപ്പോൾ പ്രവചന ശുശ്രൂഷയിൽ ദൈവം തന്നെ നിറയ്ക്കുകയും ആ കാലം മുതൽ അമ്മയോടൊരുമിച്ച് പരസ്യയോഗത്തിൽ പോയി പരസ്യമായി കർത്താവിനെ സാക്ഷീകരിക്കുകയും ചെയ്ത 2 കുഞ്ഞുങ്ങളെ, 2 പെൺമക്കളാ. 7-8 വയസ്സുള്ളപ്പോൾ വഴിയിൽ പോയി ചാമരടിച്ച് പാട്ടുപാടി അവർ യേശുവിനെ പ്രസംഗിക്കുമായിരുന്നു. അവര് കർത്താവിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഇത് പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങുമോ? തീ ഇറങ്ങും. അതിന് തന്നെ ഇരുത്തി ഒരു സാക്ഷ്യം പറയാം. അവർ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം ആ ഏരിയയിൽ, കോസ്റ്റൽ ഏരിയയിൽ പെന്തക്കോസ് എന്ന് പറയാൻ ഉപ്പ് നോക്കാൻ ഒരൊറ്റ മനുഷ്യനില്ല, ഒരു വ്യക്തി പോലും അവിടെ ഇല്ല. ആ കാലഘട്ടത്തിൽ തനിക്ക് 7 വയസ്സും തന്റെ അനുജത്തിക്ക് 5 വയസ്സും പ്രായമുള്ളപ്പോ തന്റെ അമ്മയ്ക്ക് യൂട്രസിനകത്ത് ക്യാൻസർ വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ചികിത്സിക്കാൻ അന്ന് സാഹചര്യമില്ല. അത് വളരെ കൈവിട്ടുപോയി. ഇത് പഴുത്ത് പൊട്ടി മരണക്കിടക്കയിലായി. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിധി കൽപ്പിച്ചിട്ട് പറഞ്ഞു, 3 ദിവസത്തിനകത്ത് ആള് മരിച്ചു പോകും. അന്ന് 7 വയസ്സും 5 വയസ്സുമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വിരിച്ചൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ കിടത്തി. മണം കൊണ്ട് അടുക്കാൻ കഴിയില്ല. വീട്ടിലുണ്ടായ തുണി മുഴുവൻ ഇതിനകത്ത് വരുന്ന പഴുപ്പും ശലവും ചോരയും എടുത്തു മാറ്റി. ആരും അടുത്തു വരാറിയായി. പിതാവ് മദ്യപാനം ആരംഭിച്ചു. ഈ 2 കുഞ്ഞുങ്ങൾ മരണത്തെ മുഖാമുഖമായി കണ്ടുകിടക്കുന്ന അമ്മയുടെ ദേഹത്ത് തലവെച്ച് വാവിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് ആളുകളെല്ലാം കൂടി മരണം കണ്ണടയാൻ കാത്തിരിക്കുന്നു, മുറ്റത്ത് പന്തലിടാൻ. അപ്പോഴാണ് അവർ പാർക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ റോട്ടിൽ ആരോ ശബ്ദമുയർത്തി വിളിച്ചു പറയുന്നു,
യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഈ ശബ്ദം കേട്ട് അവിടുത്തെ അയൽവക്കക്കാരെല്ലാം അവിടെ ചെന്നപ്പോ നിലമ്പൂരുള്ളൊരു തോമസ് ഊട്ടി പാസ്റ്റർ, അവ തിരുവല്ലയുള്ളൊരു ജോണിക്കുട്ടി എന്ന് പറയുന്ന പാസ്റ്റർ കൂടി ബൈബിൾ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് കോസ്റ്റൽ ഏരിയയിൽ പ്രവർത്തനത്തിന് വേണ്ടി വന്ന് തോൾസഞ്ചിയും തൂക്കിയിട്ട് അവർ യേശുവിനെ വിളിച്ചു പറയുക. അവരോട് നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു സൗഖ്യമാക്കുന്നവനെങ്കിൽ അവിടെ ഒരു ആന്റി മരിക്കാൻ കിടക്കുക, പോയി സൗഖ്യമാക്കുക. അവര് പറഞ്ഞു, ഞങ്ങളുടെ യേശു ജീവിക്കുന്നു. കേൾക്കണോ? ആ 2 ദൈവദാസന്മാർ വീട്ടിൽ വന്നു. ആ നാട്ടുകാരെല്ലാം കൂടി മുട്ടുമടക്കി സഞ്ചി താഴെ വെച്ചു. അവൻ ഒരുപാട് സൗഖ്യമാക്കിയ പരിചയമില്ല. ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് വന്നു. പക്ഷെ മുഴങ്കാലെ ഇരുന്ന് വാവിട്ട് കരഞ്ഞു. അവർ കണ്ണു തുറക്കുന്നില്ല. ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. അവ കിടന്ന മാതാവ് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. 2 എഴുന്നേറ്റിരിക്കുക മാത്രമല്ല, അവൻ വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളം കുടിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കുന്നില്ല. പഴുപ്പും ചലവും നിന്നു. സൗഖ്യം അവൻ സ്പോട്ടിൽ വെളിപ്പെട്ടു വന്നു. നാട്ടുകാർ ഓടിക്കൂടി. വന്നവർ പറഞ്ഞു, ഇവർ സാധാരണക്കാരല്ല, ഇവരുടെ കൂടെ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകലിലോ ആ ദൈവം മരിച്ചിട്ടില്ല, ആ ദൈവം ചത്ത ദൈവമല്ലോ, ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിനെ വിളിച്ചു പറയാ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്തും ഇറങ്ങി വന്ന് സൗഖ്യമാക്കാൻ എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. അവിടെ എഴുന്നേറ്റു. ആ കുഞ്ഞുങ്ങളുമായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആമേൻ. ഒരു കൊച്ചു വീട്. ആ വീടിനകത്ത് ഒരൊറ്റ ബെഡ്റൂമേ ഉള്ളൂ. ആ ബെഡ്റൂം ആ 2 ദൈവദാസന്മാർക്ക് വിട്ടുകൊടുത്തു. അവരവിടെ താമസിച്ചു. അവരെ വിട്ടില്ലേ. നാട്ടുകാർ കൂടി അത്ഭുതം കണ്ട് 100 കണക്കിന് ആളുകൾ ആ കൂടാരത്തിൽ വന്ന് ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ആ കുടുംബം ഒരുമിച്ച് സ്നാനപ്പെട്ടു. തന്നോട് ഒരുമിച്ച് അയൽവക്കക്കാർ മുന്നോട്ട് വന്ന് അവരും കൂട്ടമായി സ്നാനപ്പെട്ടു. അടുത്തത്, ആ കൂടാരത്തിനകത്ത് കരമടിച്ച് ആരാധന ആരംഭിച്ചു. ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കത്തോലിക്ക കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി ആ ആരാധനയിൽ കടന്നു വന്നപ്പോൾ പള്ളിക്കാർ എഴുന്നേറ്റു. അന്നത്തെ പുരോഹിതന്മാർ എഴുന്നേറ്റു. അവര് പറഞ്ഞു, ഇത് പൂട്ടണം, ഇത് നിർത്തണം. പക്ഷെ നാട്ടുകാർ പറഞ്ഞു, ഒക്കില്ല. മരണക്കിടക്കയിൽ നിന്നും പീഡിപ്പിച്ചു കൊണ്ടുവന്നത് ചുമ്മാ ഇരിക്കാനല്ല, അവരാരാധിക്കട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒടുവിൽ അവർ ചെയ്തെന്താണെന്നറിയാമോ? ഇത് നിക്കത്തില്ലെന്നും ഈ ദേശം മുഴുവൻ ഈ പെന്തക്കോസ്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി അവർ അവസാന കൈ പ്രയോഗിച്ചു. ആമേൻ. ഈ നഷ്ടപ്പെട്ടു പോയി സൗഖ്യമായ അതേ ക്യാൻസർ ഇവർക്ക് തിരിച്ചു വരാൻ ആമേൻ എവിടെന്നോ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അടുത്ത വീട് ആമേൻ മന്ത്രവാദത്തിന്റെ കളമൊരുക്കി അതിനകത്തിരുത്തി ദുർമന്ത്രവാദം ആരംഭിച്ചു. ദൈവമേ, ഇതുപോലെ സൈൻ അല്ലെങ്കിൽ അവൻ നിനക്കെതിരെ ശത്രു ആയുധം എടുക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പേ നിനക്ക് സിഗ്നൽ ദൈവം തരും. ഇവരെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ അഭിഷിക്തന്മാർ പറഞ്ഞു, ആന്റി നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഫാസ്റ്റിംഗാ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അല്ല പെട്ടെന്ന് അറിയില്ല, നമ്മൾ ഉപവാസം ആരംഭിക്കുക. ആ കുഞ്ഞുങ്ങളും സഭയിലുള്ളവരും 3 ദിവസം ഉപവാസം തുടങ്ങി. ഉപവാസം 3-ാമത്തെ ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആഹാരം കഴിച്ച് രാത്രി അവർ കിടന്നുറങ്ങി. രാത്രി 2 മണിയായപ്പോൾ കതകിൽ ആരോ കൊട്ടുന്നു. ചെന്നമ്മച്ച് വാതി തുറക്കുമ്പോൾ പരിചയമില്ലാത്തൊരു മനുഷ്യൻ വാതിക്കൽ നിൽക്കുന്നു. ആരാണ്? എന്താണ്? പേരെന്നാ? പുള്ളി പറഞ്ഞു, എന്റെ പേര് ആൽഫി എന്നാ. എന്നാ പറ്റി? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഈ പാതിരയ്ക്കോ ചോദിക്ക്, നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ്? അമ്മച്ചി പറഞ്ഞു, രാത്രി വന്നിട്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ചോദിക്കാൻ എന്താ ഇങ്ങനെ ഒരു സന്ദേശം? ഇരിക്കാൻ പറഞ്ഞു. ഇരുത്തി.
പുലി പറഞ്ഞു, എനിക്കറിയണം. അടുത്ത മുറിയിൽ കിടന്ന ദൈവപുത്രന്മാർ എഴുന്നേറ്റ് വന്നു. ഈ മനുഷ്യൻ നിങ്ങൾ ആരാണ്? പുലി പറഞ്ഞു, കേൾക്കണോ, 3 ദിവസമായി ആ തൊട്ടടുത്ത വീട്ടിൽ ഇരുന്ന് ഞാൻ നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു. ആമേൻ. ഞാൻ ശക്തനായ ഒരു മന്ത്രവാദിയാ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാതെ ഇന്ന് വരെ പോയിട്ടില്ല. എന്നാൽ 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം എന്റെ കയ്യിലെ സകല സ്റ്റോക്കും തീർന്നു. ഞാൻ വിടുന്നത് 50 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ തിരിച്ചു വരുന്നത് 1000 കിലോമീറ്റർ സ്പീഡിലാണ്. ഹല്ലേലൂയ. ഒടുവിൽ കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ ഒടുവിൽ അവസാനം ഞങ്ങൾ അറ്റകൈ പ്രയോഗിക്കും. അത് പ്രയോഗിച്ചപ്പോൾ ആ ശക്തി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നടക്കില്ല. ഞാൻ ചോദിച്ചു, എന്നെ നടക്കാത്തെ? അവരുടെ വീടിന്റെ മണ്ണു മുതൽ ആകാശം വരെ ഒരാക്കിനി മതിൽ കെട്ടി നിൽക്കുന്നിട്ടുണ്ട്. ദൂത മനസ്സിലായോ? നീ ചുമ്മാ വല്ലയിടത്തും പാർക്കിയല്ല, നിന്റെ വീടിന് ചുറ്റും ഒരാക്കിനി മതിൽ, ഒരാക്കിനി മതിൽ, ഒരു തീ മതി. യെസ് യെസ് യെസ്. ഓ റിബന ബറബ സിക്കലറബന റിബലഗടഗദുരി ഉടമന. ഈ 34-ാമത്തെ ദിവസം അത് വെളിപ്പെട്ടു വരുന്നു. നിന്റെ കൂടാരത്തിനകത്ത് അത് വെളിപ്പെട്ടു വരുന്നു. എന്നെ ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു? എന്നും കഷ്ടതയാണ്, എന്നും നിരാശയാണ്, എന്നും നിന്ദയാണ്, എന്നും പരിഹാസമാണ്. ദൈവത്തിന്റെ പൈതലെ വിശ്വസിക്ക, ആ തീ ഈ പകൽ ഇറങ്ങി വരും. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ആരൊക്കെ പറയുന്നു? അവ എന്തോ കിട്ടിയത് കൊണ്ടാ പ്രസംഗിക്കുന്നേ, എന്തൊക്കെ കണ്ടതുകൊണ്ട്? ഇല്ലടോ, ഞങ്ങൾ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ കണ്ടത് കൊണ്ടല്ല പ്രസംഗിക്കുന്നത്. ജീവിതത്തിൽ അവനെ അനുഭവിച്ചാ പ്രസംഗിക്കുന്നേ. സന്തോഷമുണ്ടോ? ഒരുത്തൻ ചെന്നു അവിടെ നിൽക്കാൻ. തമ്പുരാൻ ചോദിച്ചു, എവിടെന്നാ വരവ്? ഊടാടിയിട്ട് വരിക. കർത്താവ് ചോദിച്ചു, അതെ, എന്റെ ഒരു ദാസൻ അവിടെ ഉണ്ട്, അവന്റെ മേൽ നീ ചെയ്തോ എന്നല്ല, ഇട്ടോ എന്നല്ല, നോക്കിയോ എന്ന്. നോക്കിയോ? എനിക്ക് ഭയങ്കര ആഹ്ലാദമാ. നിന്നെ നോക്കാൻ പോലും ദൈവം അനുവദിക്കില്ല. നിന്നെ ദൃഷ്ടി വെച്ച് നോക്കാൻ പോലും എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ചോദിക്കുന്നു, അവനെതിരെ ചെയ്തെന്നല്ലോ, കെട്ടിയോ എന്നല്ലോ, അഴിച്ചോ എന്നല്ലോ, എന്റെ ദാസനായ യോബിനെ നീ ദൃഷ്ടി വെച്ചോ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണ്. ഒന്ന് ഉറക്കെ പറ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. അത് കർത്താവിന്റെ ദാസൻ എന്ന് പാടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഒന്ന് പാടിക്കുന്ന ദാസൻ. സന്തോഷമാണോ നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിന്റെ സന്നിധിയിൽ വാടിയ മുഖത്തോടെ ഇരിക്കരുത്. ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. നൃത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ നൃത്തം ചെയ്യണം, ചാടണം, ഓടണം. ഞാൻ നിങ്ങളെ ആരും തടുത്തു വെക്കത്തില്ല. എങ്ങനെയൊക്കെ ആരാധിക്കുമോ അതുപോലെയൊക്കെ ആരാധിച്ചോ. മെസ്സേജ് തീർന്നിട്ടില്ല, മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. ഓ ക്രിസ്തീയ
കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകൻ. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകൻ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകൻ. ഇന്ദ്രനാളിണയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. ഇന്ദ്രനാളിണയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടൂ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടൂ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, Thank you, Jesus. Thank you, Jesus. Thank you, Jesus. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ ആന്റി. 9-ാമത്തെ വാക്യം. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. ഒന്നെല്ലാവരും ഉറക്കെ പറഞ്ഞേ. അവൻ നമ്മുടെ വീടിന്റെ വാതിക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമോ?
ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ വീട്ടിൻ്റെ വാതിക്ക് ഫ്ലൈറ്റ് ഇറങ്ങത്തില്ല. നെടുമ്പാശ്ശേരി ഇറങ്ങും, ട്രിവാൻഡ്രത്ത് ഇറങ്ങും, ബാംഗ്ലൂർ ഇറങ്ങും, കൽക്കട്ടയിൽ ഇറങ്ങും. പക്ഷെ എൻ്റെ വീടിൻ്റെ വാതിക്ക് ഫ്ലൈറ്റ് ഇറങ്ങത്തില്ല. കാരണം ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റിയ സ്ഥലമല്ല. പക്ഷേ ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയ കർത്താവ് ഇറങ്ങി വരും. ഫ്ലൈറ്റ് ഇറങ്ങാൻ റൺവേ വേണം. അവനിറങ്ങാൻ ആഗ്രഹമുള്ള ഒരൊറ്റ ഹൃദയം മതി. നിന്റെ കൂടാരത്തിനകത്തിന്ന് തമ്പുരാൻ ആകാശം ചായിച്ച് ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും. ആകാശം ചായിച്ച് ഇറങ്ങി വരും, ആകാശം ചായിച്ച് ഇറങ്ങി വരും, ആകാശം ചായിച്ച് ഇറങ്ങി വരും. എന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ ലൈവിൽ ഈ ഷോളർ മുതൽ താഴേക്ക് ചലിക്കാതെ പാരലൈസ് ആയ ആരോ കിടപ്പുണ്ട്. അതിന് തൊട്ടടുത്തിരുന്ന് ഭാര്യയും അവിടെ മോളും ഇരുന്ന് ലൈവിൽ ഈ മീറ്റിംഗ് കാണുന്നെന്ന് പരിശുദ്ധാത്മ പറയുന്നു. സഹോദരി വിശ്വസിക്കുന്നുണ്ടോ? ആ കരം ചലിക്കാൻ പോകുക. ഓ പരിശുദ്ധാത്മാവെന്നെ കാണിച്ചുകൊണ്ട് പറയുക, ഇത് വ്യാജമല്ല. വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. ആമേൻ. സഹോദരി, നിങ്ങൾ വിശ്വസിക്കുക. ആ കട്ടിലിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ജീവന്റെ ശക്തി ഇറക്കാൻ അവൻ ആകാശം ചായിച്ചു ഇന്ന് രാത്രി പകൽ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിളിച്ചേക്കണം, വിളിച്ചേക്കണം. ഈ പ്രയർ ഗ്രൂപ്പിനെ വിളിച്ചേക്കണം. നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. എനിക്ക് നല്ല വിശ്വാസമാണ്. 2 പ്രാവശ്യമായി ഞാൻ ആ കാഴ്ച കാണുന്നേ. ആദ്യം കണ്ടു, പക്ഷെ ഒരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പവർ വിഷൻ അവരുടെ ഫാസ്റ്റിംഗ് പ്രയർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിംഗിടയ്ക്ക് ദൈവാത്മനെ കാണിച്ചു. ഒരു ബൈക്ക് ആക്സിഡന്റിൽ കാല് ഒരു സൈഡ് ഫ്രാക്ചർ വന്നിട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കർത്താവ് തൊടുമെന്ന് പറഞ്ഞു. അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വയനാടെന്ന്. ആ സെക്കൻഡ് കർത്താവ് തൊട്ട് എഴുന്നേൽപ്പിച്ചു. ആ ദൈവം ഇന്ന് ആ കൂടാരത്തിൽ ഇറങ്ങി വരുന്നു. അവൻ ഇറങ്ങി വരുന്നു. കരമടിച്ചു ദൈവത്തെ ആരാധിക്ക്. ഇവിടെയും അവിടെയും ഒരുപോലെ ഇറങ്ങി വരുന്ന, ആകാശം ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുക. ജീസസ്. സമയം ഓടി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വളരെ ആശങ്കയിലാണ് വന്നേ. കർത്താവിന്റെ സ്ഥാനിൽ ആമേൻ ദൈവദാസനോട് ഞാൻ പറഞ്ഞു, പക്ഷേ ദൈവദാസനെ പ്രാർത്ഥിക്കണേ, എനിക്ക് ശബ്ദം ഒട്ടുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, കയറി ഇന്നാ മതി. എന്നോട് കയറി നിൽക്ക്. ഞായറാഴ്ച ലോർഡ്സൺ ചർച്ചിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, വർഷിപ്പ് കഴിഞ്ഞ് വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ നാളെ ട്രിവാൻഡ്രത്താ, ശബ്ദം എടുക്കാൻ ഒക്കുന്നില്ല, അച്ഛൻ അവിടെ ചെന്ന് കയറി നിന്നാ മതി. അത് തന്നെ ഇവിടെയും പറഞ്ഞേ. അവ എന്തോ ഇവിടെ ഉണ്ട്, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കുന്ന എന്താന്ന് ഞാൻ പറയാം. എത്ര പ്രസംഗം തയ്യാറാക്കി കൊണ്ടുപോയാലും അത് പ്രസംഗിക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഒരുക്കമുള്ള ജനത്തിന്റെ നടുവിലെ ദൈവം അത് തരൂ. നിങ്ങൾ ഒരുക്കമായതുകൊണ്ട് ദൈവം അത് തരും. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദൈവം ആകാശം ചായിച്ച് ഇറങ്ങി വന്നു. അടുത്ത വാക്യം വായിച്ചേ. കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? അവന്റെ കാൽ കീഴ്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അല്ലേ? അവൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അടുത്ത വാക്യം, കൂരിരുൾ എവിടെ ഉണ്ടായിരുന്നു? അവന്റെ കാൽ കീഴ്. അങ്ങനെയാണെങ്കിൽ അവൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന നിമിഷം മുതൽ നിന്റെ കൂടാരത്തിൽ വ്യാപരിച്ച ഇരുട്ടിന്റെ ശക്തിയെല്ലാം അവന്റെ കാൽ കീഴാ. ദൂത് മനസ്സിലായെങ്കിൽ ആ മെമ്പറാ.
അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ ഇറങ്ങി വന്ന ദൈവ, ആകാശം ചായിച്ച ഇറങ്ങി വന്ന ദൈവ നിന്നെ നോക്കി പറയുന്നു, നിനക്കെതിരെ നിന്ന ഇരുട്ടിന്റെ ശക്തികൾ, നിനക്കെതിരെ നിന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ, നിനക്കെതിരെ നിന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിന്റെ തലക്ക് മീതെയല്ല, നിന്റെ തോളത്തല്ല. ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാൽ കീഴ് ഇരുട്ട് വ്യാപരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ഇരുട്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാലില. ഒരു ആമേൻ പറ. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഭൂമി ഒരു ഗോളമായി മാത്രം മാറിപ്പോകാതിരിക്കാൻ അവൻ ദൈവം ലൂസിഫറിനെ വെട്ടി താഴേക്കിട്ടു. ഇടക്കിടക്ക് അവൻ വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രഹമായിരുന്നു നാം കാണുന്ന ഈ ഭൂമി. ആരാധന കഴിഞ്ഞ് ആരാധന ശ്രേഷ്ഠനായ ലൂസിഫറും കൂട്ടരും ഇടക്കിറങ്ങി വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രഹമായിരുന്നു ഈ ഭൂമി. എന്നാൽ നിഗളിച്ചപ്പോൾ, പാപം ചെയ്തപ്പോ ദൈവം അവനെ വെട്ടി താഴേക്കിട്ടു. എവിടേക്ക്? ഈ ഇടക്കിടക്ക് റിലാക്സ് ചെയ്യാൻ വരുന്ന ഭൂമിയിലേക്ക് വെട്ടിയിട്ടു. അവൻ വന്ന് വീണു. ഇരുള് വ്യാപരിക്കുന്നു എന്ന് കണ്ടപ്പോ ദൈവം ആ ഭൂമിയെ അങ്ങനെ തന്നെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് മുക്കിയിട്ടു. ഒരു അല്ലലു എന്ന് പറഞ്ഞേ, വെള്ളത്തിലേക്ക് മുക്കിയിട്ടു. ആ വെള്ളത്തിലേക്ക് മുക്കിയിട്ട കൂട്ടത്തിൽ ഈ ഇരുട്ടിന്റെ ശക്തിയും വെള്ളത്തിലേക്ക് അങ്ങ് താണു. തമ്പുരാന് മനസ്സിലായി, ഇവനെ ഇങ്ങനെ വെള്ളത്തിൽ സ്വതന്ത്രമായി മുക്കിയിട്ടാൽ ഇടക്കിടക്ക് ഇവൻ തലപൊക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിന്റെ മീതെ പൊരുന്നയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഒരു ക്രിയ ചെയ്യാൻ എഴുന്നേക്കാതിരിക്കാൻ ഞാൻ ഇതിന്റെ മേൽ ആത്മാവ് ചലിക്കുന്നു. ഒരു ദൂതി ഞാൻ പറയാം, അന്ധകാര ശക്തി, ദുർവ്യാപാരങ്ങൾ നിനക്കെതിരെ തലപൊക്കാതിരിക്കാൻ ആത്മാവിന്റെ ചൈതന്യം, ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ മഹത്വം നിന്റെ കൂടാരത്തിൽ എന്റെ ദൈവം കവർ ചെയ്യുന്നു. ഒരു ഭയങ്കര ഫ്രീ ആയി ജനം ഇന്ന് മകൻ ആത്മാവിൽ ആരാധിക്ക്. അവൻ ജനം ഒന്ന് ഫ്രീ ആകട്ടെ, ആത്മാവിൽ ഫ്രീ ആകട്ടെ. വിശ്വസിക്ക്. ഇരുള് അവന്റെ കാൽ കീഴെയുണ്ട്, ഇരുട്ട് അവന്റെ കാൽ കീഴെയുണ്ട്. നിന്റെ തോളിലല്ല, നിന്റെ തലയിലല്ല, അവന്റെ കാൽ കീഴെ ഇരുട്ടുണ്ട്. Praise the Lord. സന്തോഷമാണോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിന്റെ ദാസൻ എനിക്ക് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. നിങ്ങളിരിക്കാൻ സന്തോഷമാണോ? ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്, പഴയ ലൈലാൻഡ് ലോറി പോലെയാ ഞങ്ങളുടെ തൊണ്ട. ചൂടായി കിട്ടിയത് എത്ര കിലോമീറ്റർ വേണേലും പോകും. ചൂടാകാനാ ബുദ്ധിമുട്ട്. ഒരു രാമെന്ന് പറഞ്ഞ് ഏതായാലും തട്ട് പഴുത്ത് കിടക്കുക, കല്ല് പഴുത്ത് കിടന്ന ദോശ എത്ര വേണേലും ചൂടാ. ഒരല്ലെന്ന് പറഞ്ഞ് നല്ല രാമൻ പറ. അപ്പോ അവൻ ആകാശം ചായച്ചിറങ്ങി. എന്നിട്ട് തന്റെ ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം കരം കൊടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റി. ദൈവമക്കളെ, ഏതാണ് ആ വെള്ളം? ഒന്ന് രണ്ട് വാക്യങ്ങൾ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചാൽ അതില്ല. ഞാൻ വിളിച്ചു പറയാം, സമയം പോകുന്നല്ലോ. ആമേൻ. 46-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ ബൈബിൾ പറയുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ എന്റെ ദൈവം ആകാശം ചായിച്ച് എന്നെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റാൻ അവൻ ശക്തനായതുകൊണ്ട് ഇനി പെരുവെള്ളം എനിക്കെതിരെ കലങ്ങി വന്നാലും സമുദ്രം കയറി വന്നാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വരാ. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കയറിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ആമേൻ. ഏതാണ് ആ വെള്ളം? ആ വെള്ളം എന്തിനാ വന്നത്?
69-ാമത്തെ സങ്കീർത്തനം കുറിച്ചെടുക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു. 69-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവമേ ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്നെ മുക്കിക്കളയാൻ, എന്നെ തകർത്ത് കളയാൻ അഗാധ പ്രവാഹമെന്ന മരണത്തിന്റെ പാശമെന്ന കെണിയായ ആ വെള്ളം എന്നെ തുടർന്ന് പിടിക്കുന്നു. എന്നിട്ട് പുള്ളി പറയുന്നു, ദൈവമേ എന്നെ ഈ വെള്ളത്തിനകത്തുനിന്ന് ഒന്ന് വിടുവിക്കണമേ. 124-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം പറയുന്നു, ഈ വെള്ളം എന്റെ പ്രാണനോളം. വായിച്ചേ 124:4. വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, എവിടെന്നാ വലിച്ച് കയറ്റിയതോ? ഈ മെസ്സേജ് മറന്നു പോകല്ലേ, ഈ മെസ്സേജ് വിട്ടുപോകല്ലേ. എവിടെന്നാ വലിച്ച് കയറ്റിയതോ? നിന്റെ പ്രാണനെതിരെ പോരാടിയതോ, നിന്റെ ജീവനെതിരെ പോരാടിയതോ, നിന്റെ തലമുറക്കെതിരെ പോരാടിയ ആ പെരുവെള്ളത്തിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചു കയറ്റിയതോ. സ്വത്രം. ആമേൻ. ഇനി ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാനിത് അങ്ങ് അവസാനിപ്പിക്കാൻ പോവുക. അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് കേൾക്കണം. എന്താണെന്നറിയോ? 2 കരങ്ങൾ നിനക്ക് മുമ്പിലുണ്ട്. എത്ര? ഒന്ന്, നിന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കരം. മറ്റൊന്ന്, നിന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന കരത്തിന്റെ നടുവിൽ നിന്നും നിന്നെ വലിച്ചെടുക്കുന്ന മറ്റൊരു കരം. ഒരു സ്വത്രം എന്ന് പറ. ഇനി ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് കൂടിയൊക്കെ ഉള്ളൂ, പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണം. എത്ര കരമാ നമുക്ക് ചുറ്റും. നോക്കി, എനിക്ക് 2 കരം. എന്റെ ഭാര്യ സിന്ധുവിന് 2 കരം. മൂത്തമോൻ ലെസ്റ്റർ, അവന് 2. രണ്ടാമത്തവൻ ലെസ്ലി, അവനും 2 കരം. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എത്രയായി? ഞങ്ങൾ 4 പേരുണ്ട്. ഇപ്പൊ എത്രയായി? 8. എന്റെ അമ്മ, എന്റെ അപ്പൻ, അപ്പൊ എത്രയായി? മോൻ പറഞ്ഞു, എനിക്ക് 8 ചേട്ടന്മാർ, 2 ചേച്ചിമാർ, അപ്പൊ എത്രയായി? കാൽക്കുലേറ്റർ വേണോ? ഇനി എന്റെ ചർച്ചിലുള്ള ദൈവമക്കൾ, ഇവരെല്ലാം കൂടി കൂട്ടിയ എത്ര കരവായി എനിക്ക് ചുറ്റും അല്ലേ? എന്നാലേ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ICU. അവിടുന്ന് ഒരു ഡോക്ടർ ഉടുപ്പിട്ട് പുറത്ത് വന്നിട്ട് പറയുക, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി ചെയ്യണേ ഒരാൾക്കേ പറ്റൂ, അവനോട് പ്രാർത്ഥിക്കും. മനസ്സിലായില്ലല്ലേ? 1000 കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഈ കരങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഒരു കരം നിന്റെ തലക്ക് മീതെയുണ്ട്. ആ കരമാണ് ദൈവത്തിന്റെ കരം. ആ കരമാണ് യഹോവയുടെ കരം. ആ കരമാണ് വിടുവിക്കുന്ന കരം. ആ കരം ക്ഷീണിക്കയില്ല, ആ കരം തളരുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് അല്ലാഹ്. ഞാനേ വണ്ടിയും കൊണ്ട്, ശ്രദ്ധിച്ചേക്കണം, എൻ്റെ ബുള്ളറ്റും കൊണ്ട് ചർച്ചിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ ചുറ്റും ദൈവദാസന്മാരെല്ലാം ഉണ്ട്. ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും നിപ്പുണ്ട്. അങ്ങ് ഇറങ്ങി പെട്ടെന്ന് ഒരു സൈഡിലേക്ക് വണ്ടി അങ്ങ് ചരിഞ്ഞു പോയി, നേരെ കാലിലേക്ക് വീണു. നീ മനസ്സിലായി കാലിലെ എല്ല് പൊട്ടിയെന്ന്. ഇത്രയും അടുത്ത് നിൽക്കുക ഈ പാസ്റ്റർമാരും ദൈവദാസന്മാരും എല്ലാം. ഞാൻ വീണ് കിടത്തോട്ടൊന്ന് പൊക്കണ്ടേ, ഞാൻ ഒന്ന് പൊക്കടാ, അപ്പടാ പൊക്കി. എല്ലാം കഴിഞ്ഞപ്പോ പ്ലാസ്റ്റർ വിട്ട് വീട്ടിൽ വന്നപ്പോ യുവന്മാരെന്നൊക്കെ ഞാൻ ചോദിച്ചു, എന്നാലും നീയൊക്കെ ഇത്ര ദുഷ്ടന്മാരായി പോയല്ലോ, എടാ ഒന്ന് പിടിക്കായിരുന്നില്ലേ? പാഷേ പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്നാ പറ്റി? ഒരിത്തിരി നേരത്തേക്ക് ഒന്ന് കൈ ചലിച്ചില്ല, കരം ചലിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എത്ര പ്രാവശ്യം വീണു, പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ?
തൊട്ടടുത്ത് നിന്ന് തെറ്റി താഴെ വീണിട്ടും ഓ എന്താ അവിടെ പിടിക്കാഞ്ഞ്, എന്താന്നറിയില്ല, പകച്ചുപോയി അല്ലേ? അവിടെയെല്ലാം നിന്നെ പിടിച്ചൊരു കരവില്ലേ? അവിടെയെല്ലാം പിടിച്ചൊരു കരവില്ലേ? അവിടെയെല്ലാം പിടിച്ചൊരു കരവില്ലേ? ഞാന് എന്റെ അനുഭവം എന്ന് പറയാ, ഞാൻ ഈ കൊല്ലം ടൗൺ AG-യിലെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി പോയി കേട്ടോ. എന്റെ കൂടെ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ തട്ടി ഉണർത്താൻ. അവൻ കേറിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. ഹൈവേയിലോട്ട് കയറി. ഞാൻ അടുത്ത് നോക്കുമ്പോ അവൻ നല്ല ഉറക്കവാ. വിളിക്കണ്ടെന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും ഉറങ്ങാൻ തുടങ്ങി. വണ്ടി പോകിയ കൊച്ചിക്ക് ഹൈവേ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ബഹളമൊക്കെ കേൾക്കാം. ഒരു തമിഴൻ ലോറി മുമ്പിൽ കൊണ്ട് ചവിട്ട് നിർത്തി. അയാളുടെ വണ്ടിക്കെട്ടൊക്കെ ഭയങ്കര ശബ്ദം അടിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു, ബ്രേക്ക് ഔട്ട് നിർത്തി. ഇവൻ ഇറങ്ങി വന്നിട്ട് എന്നോട്, ഇറങ്ങിയാണ്, എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്, എത്ര കിലോമീറ്ററായി ഞാൻ ഹോൺ അടിക്കുന്നത്, എന്തൊരു ഉറക്കമാണോ. അപ്പൊ മറ്റേ പുള്ളി എഴുന്നേറ്റ് വരുന്നേ ഉള്ളു, കണ്ണൊക്കെ തിരുമ്മി. എന്നോട് പറയുക, എത്ര കിലോമീറ്റർ ആയെന്നറിയോ ഞാൻ ഹോൺ അടിക്കുന്നത്? ഞാൻ എത്ര കിലോമീറ്റർ ആയി? ഒരു 6 കിലോമീറ്റർ എങ്കിലും ആയിട്ടുണ്ട്. ചേട്ടൻ ഹോൺ അടിച്ചോ? ഹോൺ അടിച്ചു. ഞാൻ കേട്ടില്ലേ, അതുകൊണ്ടല്ലേ വണ്ടി അവിടെ നിർത്തിയത്. സോറി കേട്ടാന്ന് പറഞ്ഞു. പക്ഷെ വണ്ടി അങ്ങ് പോയപ്പോഴേ എന്റെ വണ്ടി സൈഡിലോട്ട് മാറ്റിയിട്ട് അന്നാട്ട് റോട്ട് മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ആ കരമില്ലായിരുന്നെങ്കിൽ മൂക്കിൽ 2 പഞ്ഞിയും വെച്ച് തള്ളവരൽ കൂട്ടിക്കെട്ടി അവൻ നെഞ്ചത്തോണ്ടൊന്ന് കൈയും വെച്ച് കാലിലും കയ്യാലും സോക്സിടിച്ച് സമയമാ രഥത്തിൽ പാടി അടക്കേണ്ട ഗതികേട് ജീവിതത്തിൽ വരാതെ ഇന്ന് പകലും ഇരുന്നത് ആ കരം നീട്ടിയത് കൊണ്ടല്ലേ, ആ കരം ഉയർത്തിയത് കൊണ്ടല്ലേ. കരമടിച്ച ദൈവത്തിനും നന്ദി പറ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, 2 കരമുണ്ട്. നിന്നെ വിടുവിക്കുന്ന കരം, 2 നിന്നെ തകർക്കാൻ നീട്ടുന്നൊരു കരം. ഇന്നെന്താണേലും കുറിച്ചു വെച്ചിട്ട് നിങ്ങൾ അവൻ എഴുന്നേറ്റ് പോകണം. ഇത് ആയുസ് മറക്കരുത്. അവൻ പീഡിപ്പിക്കാൻ വരുന്ന കരം. ഞാൻ ഈ പറഞ്ഞതിനെല്ലാം തിരുവചനമുണ്ട് കേട്ടോ. അവൻ വായിക്കണ്ട, ഇവിടെ ചെന്ന് ഇപ്പൊ വായിക്കേണ്ട സമയമില്ല. അപ്പോസ്തലപ്രവൃത്തി 12:1 വായിക്കുമ്പോൾ അവിടെ എങ്ങനെയുണ്ട്? അവൻ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനോ ഹേരോദാവ് കൈ നീട്ടി. ഇത് ഞാൻ കുറിച്ച് എഴുതി ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ദൈവദാസൻ ഇവിടെ നിന്ന് വിളിച്ച് കാച്ചിയത്. ഒരു സ്വതന്ത്രം പറഞ്ഞു, അവൻ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനോ അവൻ കൈ നീട്ടി. അവൻ, നിങ്ങൾക്കറിയാമോ, കൈ നീട്ടി അവൻ പിടിച്ചു, പത്രോസിനെ തടവിലാക്കി. പിടിച്ച കരം അവൻ ജീവനോടിരിക്കുമ്പോൾ അവൻ പിടിച്ച് അകത്തിട്ട അതേ തടവിൽ മറ്റൊരു കരം ഇറങ്ങി വന്നു. അവൻ ചങ്ങലകൾ പൊട്ടിച്ച് കതകുകൾ തുറന്ന് ഇരുമ്പോടാലമ്പുകളെ കണ്ണിച്ചു കളഞ്ഞ് ദൈവം പത്രോസിനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നാക്കി. ദൈവജനമേ, വിശ്വാസമുണ്ടോ? എത്ര കരം നിന്നെ പീഡിപ്പിക്കാൻ നീണ്ടാലും അതിന്റെ നടുവിൽ നിന്ന് പുഷ്പം പോലെ നിന്നെ കോരിയെടുത്ത് വിടുവിക്കാൻ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുകയാണ്. എന്താ ഈ കരത്തിന്റെ പ്രത്യേകത? പറഞ്ഞു വേഗം നിർത്താം അല്ലേ? കുറിക്കുന്നവർക്ക് വേണ്ടി ഓടിച്ചു പറയാം. യെശയ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യഹോവ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ചു. ഒരു ആമേൻ എന്ന് പറഞ്ഞേ. കൈക്ക് പ്ലാസ്റ്റർ വിട്ട് ഒരാൾ താങ്ങിപ്പിടിച്ചു വരുന്ന കൈയല്ല എന്റെ ദൈവത്തിന്റെ കൈ. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ
പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും. ഇതൊക്കെ പാടി വേണം ഇന്ന് പോകാൻ. ഇന്ന് വാഹനത്തിൽ പോകുമ്പോ ഈ പാട്ടുപാടി വേണം പോകാൻ. അവൻ പോകുന്ന പോക്കിൽ ആ കരം കാണും. 14:27 സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനോ അവൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ. നിങ്ങൾ വിടിവിക്കാൻ ദൈവം കൈ നീട്ടിയിട്ടുണ്ട്. അത് മടക്കാൻ കഴിവുള്ള ഏത് ശക്തിയാവുള്ളേ? ഒരു ഹല്ലേലൂയ, ഒരു ആമേൻ പറ. അവൻ 3. അവൻ അടുത്ത വാക്യം എങ്ങനെയാണ്? യെശയ്യാ 25:10 യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ, എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലിട്ട് ചവിട്ടുന്ന പോലെ അവൻ അതിനെ ചവിട്ടും. വെള്ളത്തിൽ നീന്തുവാൻ കൈ നീട്ടുന്നത് പോലെ അവൻ നിന്നെ വിടുവിക്കാൻ കൈ നീട്ടും. ഒരാമൻ എന്നുറക്കെ പറഞ്ഞേ. യെശയ്യാ 26:11 യഹോവയുടെ കൈ ഉയർന്നിരിക്കും. 40:12 തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തിൽ ഇളക്കും, ചാണകൊണ്ട് ആകാശത്തിന് പരിമാണമെടുക്കുകയും പൊടി നാഴി കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുകയും ചെയ്യുന്നവൻ. അവന്റെ കൈയുടെ പ്രത്യേകത. ഒടുവിൽ അവൻ അതേ 41:13 യെശയ്യാവ്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നിന്റെ വലങ്കരം പിടിക്കും. അവൻ നിന്നെ വലിച്ചെടുക്കും. വലിച്ചെടുത്ത് പെരുവെള്ളത്തിന് നടുവിൽ നിന്ന് ദൈവം നിന്നെ ഉദ്ധരിക്കും. പക്ഷെ 2 തരത്തിൽ ദൈവം പിടിവിക്കും. ഒന്ന്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. 2, തീന്ന് വലിച്ചെടുക്കും. ഓർമ്മയുണ്ടോ? മോശയ്ക്ക് മോശ എന്ന് പേരിടാൻ കാര്യം എന്നാ? വെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തുണ്ട് മോശ എന്ന് പേരിട്ടു. അപ്പോ അമ്മയും അപ്പനും പെങ്ങളും പെട്ടകത്തിൽ കയറ്റിക്കിടത്തിയിട്ട് രാജാ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കില്ല, ഞങ്ങളുടെ പിടിവിട്ടു. കേട്ടോ, നീ തലമുറയെ കുറിച്ച് ഭാരപ്പെടണ്ട. നിന്റെ പിടിവിടുമ്പോ വലിച്ചു കയറ്റം വേറൊരു കരം വെളിപ്പെടും. തലമുറയെ കുറിച്ച് ഭാരപ്പെടണ്ട, ദൈവം വലിച്ചു കയറ്റും. 2, ഈ സെക്കരിയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. എന്നാന്നറിയോ? ഞാൻ അവനെ തീയുടെ നടുവിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളി. ജോഷുവയെ കുറിച്ച് പറയുന്നു, ഞാനിവനെ തീയുടെ നടുവിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളിയല്ലോ. അങ്ങനെയാണെങ്കിൽ തീയുടെ നടുവിൽ നിന്നും വെള്ളത്തിന്റെ നടുവിൽ നിന്നും വലിച്ചെടുക്കുന്ന കരം യഹോവയുടെ കരമാണ്. ഈ കരം എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം ആമേൻ പറയും. യെശയ്യാ 45:1 വായിക്കണ്ട. കോരസ് എന്റെ ഇടയൻ. അടുത്ത വാക്യം ഓർമ്മയുണ്ടോ? വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, കതകുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരം പിടിക്കും. താമര വാതിലുകളെ തകർത്ത് പോടാമ്പലുകളെ ഖണ്ഡിച്ച് ഞാൻ അവനും നീതിയുടെ വാതിൽ തുറന്നു കൊടുക്കും. അഭിഷിക്തനെ, ഞാൻ പറയാമെന്ന് പറഞ്ഞ അവസാനത്തെ ദൂതിതാണ്. സൈറസ് എന്ന് പറയുന്ന ആ മനുഷ്യന് ദൈവം കൈ കൊടുത്തിട്ട് പറഞ്ഞു, കോരസ്, ഞാനൊരു പുതിയ പ്രൊജക്റ്റിൽ നീയുമായി സൈൻ ചെയ്യാൻ പോവുക. ഏതാണോ സൈൻ? ഒരാലയം പണി പൂർത്തീകരിക്കാൻ ഒരു സൈൻ ചെയ്യാൻ പോവുക. ഈ ദൈവശബ്ദം കേട്ടിട്ടാ ഞാൻ ഈ പുൽപ്പിറ്റിൽ ഈ മെസ്സേജുമായി കയറി നിന്നത്.
ഒരു മഹാകൂടാരം അടിസ്ഥാനമിടാൻ പോകുക. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കുന്ന ഒരു വലിയ കൂടാരം അടിസ്ഥാനമിടുക. ദൈവത്തിന്റെ കരം ദൈവപുത്രനുമായി ദൈവ കൈ കൊടുക്കാൻ പോകുന്നു. ഈ ഉപവാസത്തിന്റെ ഏറ്റവും വലിയ നിയോഗം അതാണെന്ന് ആത്മാവ് കൈമാറുകയാണ്. വേറൊന്നിനുമല്ല. കൊരശേ, നിന്നെ കൊണ്ട് ഞാൻ വേറെ ഒരു കാര്യം ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ നിനക്ക് കൈതരാൻ പോകുന്നത് ഒരു പ്രൊജക്ട് സൈൻ ചെയ്യാനാ. ഒറ്റ കാര്യം, എന്റെ ആലയ പണി. അമ്മേ, വിശ്വാസമുണ്ടോ? മോർണിംഗ് വന്നേ, കുഞ്ഞിങ്ങ വന്നേ. ഞാൻ ഈ ടി വിയിൽ വാർത്ത കാണുമ്പോൾ എപ്പോഴും കാണും അമേരിക്കൻ പ്രസിഡന്റും, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ സൈൻ ചെയ്തിട്ട് കൈ കൊടുക്കും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ട്. അവർ ചുമ്മാ ഓക്കെ കൈ കൊടുത്തിട്ട് പോകുകയല്ല ചെയ്യുന്നേ. അവർ കൈ കൊടുത്തിട്ട് വേറൊരു കാര്യം ചെയ്യും. എന്നാന്നറിയോ? ഒന്ന് കുലിക്കുക മോനെ. ഞാൻ ചോദിച്ചു, എന്തിനായിട്ട് കുലിക്കുന്നേ? എനിക്ക് ഭയങ്കര ഇത് അറിഞ്ഞാ പറ്റൂ. ഏത് പ്രസിഡന്റുമാർ തമ്മിൽ കരാർ ഒപ്പുവെച്ചാലും കൈ കൊടുത്തിട്ട് കുലിക്കും. എന്തെങ്കിലും താഴെ പോകാനാണോ? വിവരമുള്ളൊരുത്തനോട് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു വെച്ചു, എന്തിനാടോ കുലിക്കുന്നേ? പുള്ളി പറഞ്ഞു, കൈ കൊടുത്തിട്ട് കുലിക്കുന്നതിന് അർത്ഥം ഇതിന് മാറ്റം വരില്ല. ഈ 34-ാമത്തെ ദിവസം അഭിഷിക്തനെ കർത്താവ് കൈതൊന്ന് കുലുക്കിയിട്ട് പറയുക, ഇതിന് മാറ്റമില്ല. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, എന്നെ വലിച്ചു കയറ്റി. കർത്താവേ, നിന്റെ കരം ഞങ്ങളെ വലിച്ചു കയറ്റുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അത് നിന്റെ ജനത്തിന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന് അങ്ങിന്ന് കൈ കൊടുത്ത് ഒരു പുതിയ പ്രൊജക്ട് ആരംഭിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ, തൂയാവിയേ, തൂയരേ, തൂയാവിയേ, വറ്റാത്ത
തേനീലും മധുരമേ വറ്റാത്ത ഉറവയേ തേനീ പോയി എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു, ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോട് ചേർന്ന് എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു, ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? മാർവിൽ ചാരിടാം, മാർവിൽ ചാരിടാം എല്ലാം പറ. അവൻ വിശ്വസ്തൻ, വിശ്വസ്തനവൻ, വീരനാണവൻ. അവൻ മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരൻ. കരങ്ങൾ ഉയർത്തി ഹോസാന, ഹോസാന. അവൻ വിശ്വസ്തൻ. ഹോസാന, മാർവിൽ ചാരിടാം, മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ. കരങ്ങളെ ഉയർത്തി ഹോസന്ന, വിശ്വസ്തനേ Holy Spirit,
യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ്റെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണിച്ചു കളയുകയും ചെയ്യും. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ മേലിൽ നിന്ന് പൊടിക്ക, മേഘങ്ങൾ നിന്റെ നീതിയെ വർഷിക്കട്ടെ. രക്ഷ വിളങ്ങേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ട് കരങ്ങളെ അടിച്ച് ഈ വാഗ്ദത്ത വചനത്തെ ദൈവജനം, ദൈവസഭ അതെ കൃപയോടെ ഏറ്റെടുക്കട്ടെ. Come on, ശക്തിയായി പദ്ധതിയുടെ ജനം കരങ്ങളടിക്കട്ടെ. പദ്ധതിയുടെ ജനം, പ്രോജക്ട് പദ്ധതികളുടെ ജനം, ദൈവിക പദ്ധതികളുടെ ജനം, ദൈവത്തിന്റെ പദ്ധതിയുടെ ജനം. ഒരു സെക്കൻഡ് പോലും നിനക്ക് വേസ്റ്റ് ചെയ്യാനില്ല, ഒരു ദിവസം പോലും നിനക്ക് വേസ്റ്റ് ആകത്തില്ല. ഇന്ന് മുതൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രൊഫറ്റിക്കലി ദൈവിക